ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 23-24 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 13 വേഴ്സസ് 23 and 24. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലിലൂടെ കടക്കുവാൻ പോരാടുവിൻ. പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പരിശുദ്ധ പിതാവേ, അപ്പച്ചൻ്റെ സന്നിധിയിലേക്ക് ഇന്നത്തെ രാത്രി അടിയങ്ങൾ വീണ്ടും സഭയായി അടുത്തു വരികയാണ്. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങൾ താണിരിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനാൽ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ, തിരുവചനത്തിൽ നിന്ന് സംസാരിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ അങ്ങയുടെ ചട്ടങ്ങളെ കൃത്യമായി പ്രമാണിപ്പാൻ തക്കവണ്ണം അവിടുത്തെ വചനത്തെ അങ്ങ് കൽപ്പിച്ചു തന്നിരിക്കുന്നുവല്ലോ. ഗൗരവത്തോടെ ഞങ്ങളുടെ തിരുവചനത്തെ എടുക്കുവാൻ തക്കവണ്ണം അത്യുന്നതനായ ദൈവത്തിൻ്റെ ശബ്ദമാണ് ഇത് എന്ന് അറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കുവാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനമാണെന്ന് തിരിച്ചറിഞ്ഞ് ഭയത്തോടെ, സമർപ്പണത്തോടെ, സമ്പൂർണമായി, നിരുപാധികം, ഒരു മുൻവിധിയുമില്ലാതെ ഞങ്ങളുടെ വചനത്തിന് മുമ്പാകെ ഇരിപ്പാൻ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തന്നാട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, മടക്കി അയച്ചാട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാം. നമ്മൾ ഈ വായിച്ച് കേട്ട തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം നടന്ന ഒരു സംഭവമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ദിവസം കർത്താവ് ശുശ്രൂഷ മധ്യേ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരാൾ ഓടി വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ആർ ദെയർ ഫ്യൂ ദാറ്റ് ബി സേവ്ഡ്. കർത്താവ് പറയുന്ന വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, കർത്താവിൻ്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കേട്ടു നിന്നവർക്ക് തോന്നി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് പ്രയാസമാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഈസിയൊന്നുമല്ല കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് കടക്കുക എന്നുള്ളത്. ഇതുവരെ നമ്മൾ കരുതിയതുപോലെ ചില യാഗങ്ങൾ അർപ്പിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ചില പ്രമാണങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ട്, ചില കാര്യങ്ങൾ ചെയ്തു തീർത്തത് കൊണ്ട് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിച്ചു എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇനി കഴിയുകയില്ല. കാരണം കർത്താവിൻ്റെ വായിലൂടെ വന്ന വാക്കുകൾ, ഇറ്റ് വാസ് സോ സീരിയസ്. The Lord was speaking so seriously that everyone who listened to him, they were shaken up with the words of the Lord. കർത്താവ് പറഞ്ഞതുകൊണ്ട് അവർ ഷെയ്ക്കൺ അപ്പ് ആയി എന്ന് പറഞ്ഞാൽ അവരെ പിടിച്ച് കുലുക്കുന്ന വർത്തമാനമാണ്, അല്ലെങ്കിൽ വാക്കുകളാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ഈ സംശയം വന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്ന ഒരു ചുരുക്കമാണോ? കുറച്ചുപേരെ രക്ഷിക്കപ്പെടത്തുള്ളൂ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ കർത്താവ് അതിന് കൊടുത്ത ഉത്തരം നമ്മളൊന്ന് ശ്രദ്ധിക്കണമേ. കർത്താവ് അവനോട് കുറച്ചു പേരെന്നോ കൂടുതൽ പേരെന്നോ പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ. സ്ട്രൈവ് or fight to enter through the narrow gate or the straight gate. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ തക്കവണ്ണം നീ പോരാടുവിൻ. ഇതൊരു പോരാട്ടമാണ്. ഇടുക്കുവാതിലൂടെ നീ അകത്ത് കടക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് രക്ഷ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് പോലെ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ആസ് വി തിങ്ക്. നമ്മൾ പലരും ഇന്നെന്ന് പറഞ്ഞാൽ ടുഡേ വി ലിവ് ഇൻ ദ ഡേയ്സ് ഓഫ് ഈസി ബിലീവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വഴികളിൽ ചർച്ചുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ചർച്ചുകളുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് ആർക്കും തോന്നുന്നില്ല. മനസ്സിലൊരു തീരുമാനം എടുത്തിട്ട് കൈ ഉയർത്തി കാണിച്ചിട്ട് യേശു എൻ്റെ രക്ഷിതാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് തീർന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്ന രക്ഷ. അല്ലെങ്കിൽ ചിലർ പറയുക എന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് മുതൽ പുതിയ തീരുമാനം എടുത്തു, യേശു അത്രേ എൻ്റെ കർത്താവ്. അല്ലെങ്കിൽ ചിലർ പറയുകയാണെന്ന് വെച്ചാൽ, ഞാൻ മാനസാന്തരപ്പെട്ടു. ചിലയിടത്ത് പറയും, ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന നിങ്ങളൊന്ന് ഏറ്റുപറ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവരോട് പറയാം, ധൈര്യമായിട്ട് പൊക്കോ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. എത്ര ഈസിയാണതല്ലേ?
എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന എത്ര പേര് മനുഷ്യൻ പറയുന്ന ദിസ് വേർഷൻ ഓഫ് മാൻ സേയിങ് ആൻഡ് ദ വേർഷൻ ഓഫ് ലോർഡ് സേയിങ്, കർത്താവ് പറയുന്നതും മനുഷ്യൻ പറയുന്നതും, നിങ്ങളിൽ എത്ര പേര് ഈ മനുഷ്യർ പറയുന്നത് വിശ്വസിക്കും? ഇത്ര ഈസിയാണോ രക്ഷിക്കപ്പെടുക എന്നുള്ളത്? രക്ഷയിൽ നിലനിൽക്കുക എന്നുള്ളത് ഇത്ര ഈസിയാണോ? അത്യുന്നതനായ ദൈവത്തോടു കൂടെ വസിക്കുക എന്നുള്ളത് ഈസിയാണോ? ഇന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിൽ നമ്മൾ കേട്ടു, പുതിയ ആകാശവും പുതിയ ഭൂമിയും. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദൈവത്തോടു കൂടെ വസിക്കുക എന്നുള്ളത് ഈസിയുള്ള കാര്യമല്ലെന്ന് ഇന്ന് കേട്ടു നമ്മള്. അത് ചെറിയ കാര്യമല്ല. ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ആളുകൾ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ഇന്ന് വരെ കർത്താവിന്റെ വരവ് വരെ ജീവിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിന്ന് ഒരു കൂട്ടത്തെ കർത്താവ് വേർതിരിച്ചെടുത്ത് നിത്യതയിൽ തന്നോടുകൂടെ പാർക്കേണ്ടതിന് ദൈവം ആക്കുമ്പോൾ എങ്ങനെയുള്ള ഒരു കൂട്ടത്തെയാണ് ദൈവം തന്നോടുകൂടെ ആക്കുന്നതെന്നാണ് ഇന്ന് പകൽക്കാലം നമ്മൾ കേട്ടത്. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇറ്റ് ഈസ് നോട്ട് ആസ് ഈസി ആസ് വാട്ട് വി തിങ്ക്. ഇന്ന് നോക്കിയ ഒരു കൺവെൻഷൻ യോഗത്തിൽ ഓടിക്കൂടുന്നത് ആയിരക്കണക്കിന് മനുഷ്യരാണ്. അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ? ഇവിടെ പറയുന്നു, ശ്രദ്ധിച്ചു നോക്കണമേ, ഇടുക്കുവാതിലൂടെ കടക്കുവിൻ, പോരാടുവിൻ, പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കമോൺ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കും, പക്ഷേ രക്ഷിക്കപ്പെടത്തില്ലെന്ന്. ഇവിടെ ഒന്ന് ആരെങ്കിലും ഒരാളൊന്ന് കൈപൊക്കി കാണിച്ചാൽ മതി. നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പിറ്റേ ദിവസത്തെ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് പറയും ഇത്രായിരം പേര് രക്ഷിക്കപ്പെട്ടു. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവിന്റെ വാക്കിൽ നിന്നാണ് നമ്മൾ കേൾക്കുന്നത്. I believe the Lord rather than me believing any human beings, no matter how high he think he is. എത്ര ഉന്നതനാണെന്നൊരു മനുഷ്യൻ തന്നെ കുറിച്ച് പറഞ്ഞാലും ആ വ്യക്തി പറയുന്നതിനേക്കാൾ കൂടുതൽ യേശു കർത്താവ് പറയുന്നത് വിശ്വസിക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലൂടെ ഞാൻ വീണ്ടും വീണ്ടും കടന്നുപോയത് പഠിക്കുവാനായി ശ്രമിക്കുന്നത്. കാരണം ആ നാളിൽ വഞ്ചിക്കപ്പെട്ടവനായി തീരുവാൻ എനിക്കിടയാവരുത്. സ്വർഗം പ്രതീക്ഷിച്ച് കർത്താവിനോട് വസിക്കുന്ന വാസം പ്രതീക്ഷിച്ച് അത് പാടി അത് പ്രസംഗിച്ച് ഒരു നാളിൽ ഞാൻ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ഞാൻ എത്തുന്നത് കർത്താവിന്റെ അടുക്കൽ തന്നെ ആയിരിക്കണം. I want to make sure the decision which I am taking, the path where I am moving, ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, ഞാൻ കടന്നു പോകുന്ന പാതകൾ, ഞാൻ ആരുടെ കൂടെ ആയിരിക്കുന്നു, ആളുകൾ, ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു നോക്കണം. കാരണം അവസാനം ഞാൻ വഞ്ചിക്കപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. അതുകൊണ്ട് ഈ തിരുവചനത്തിന്റെ ഇടയിലൂടെ വീണ്ടും വീണ്ടും എന്റെ കണ്ണുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എന്റെ ആത്മാവ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് പറയുന്നു, നിങ്ങൾ ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവേൻ. പലരും കടക്കുവാൻ നോക്കും, പക്ഷേ അതത്ര ഈസി അല്ല, അവരെ കൊണ്ട് കഴിയത്തില്ലെന്ന് അവിടെ പറയുന്നത്. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ, പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. Strive to enter in that straight gate, for many I say unto you. This is an expression in English. വളരെ ഇമ്പെറേറ്റീവ് വേർഡ് വിത്തിൻ 2 കോമാസിൽ എഴുതുകയാണ്. വീണ്ടും കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. I say unto you എന്ന് പറഞ്ഞാൽ I am warning you. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. പലരും കടക്കുവാൻ നോക്കും, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാമോ? I say unto you will seek to enter in and shall not be able. Shall not be able. അവരെ കൊണ്ട് കടക്കാൻ കഴിയത്തില്ല, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയ സ്ഥലത്ത് നടക്കുന്നത് പോലെ ഇടുക്കുവാതിലൂടെ കടക്കാൻ പറ്റത്തില്ല. ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയേണ്ടി വരും, ചില മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടി വരും. നമുക്കറിയാമല്ലോ, വലിയ വാതിലൂടെ കടക്കുന്നതും ചെറിയ വാതിലൂടെ കടക്കുന്നതിനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. വിശാലമായ വാതിലൂടെ കടക്കുന്നതും ഇടുങ്ങിയ വാതിലൂടെ കടക്കുന്നതും. അവിടെ എഴുതിയിരിക്കുന്ന വിശാലമായ വാതിലിലൂടെ, ആ വൈഡ് ഗേറ്റിലൂടെ കടക്കുന്നത് മെനിയാണെന്ന്. പക്ഷെ അവര് എത്തുന്നത് വിശാലമായ വഴിയിലൂടെയാണ്, പക്ഷെ എത്തുന്നത് നാശത്തിലാണ്, ഡിസ്ട്രക്ഷൻ. പക്ഷെ ഇടുക്കുവാതിൽ എന്ന് പറഞ്ഞാൽ only a few shall find എന്ന. only a few എന്ന് പറഞ്ഞാൽ that can be numbered. എണ്ണിയാൽ എണ്ണത്തിനകത്ത് ഒതുങ്ങുന്ന ആളുകളെ മാത്രമേ ഇടുങ്ങിയ വാതിലൂടെ കടക്കൂ എന്നാണ് കർത്താവ് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷത്തിൽ. ഞാൻ അവിടേക്ക് വരാം ഒരു മിനിറ്റില്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോസ്പൽ എല്ലാം മാറ്റിയിരിക്കുക. ഇടുക്കുവാതിലിനെ കുറിച്ചൊരു പ്രസംഗമില്ല. മനുഷ്യൻ ഇടുക്കുവാതിലിനെ വലിയ വാതിലാക്കി മാറ്റിയിരിക്കുക. ഇന്ന് നോക്കിയ സഭകളിൽ പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ഇടുക്കുവാതിൽ വെക്കേണ്ടതിന് പകരം വിശാലമായ വാതിലാ വെച്ചിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും അകത്ത് വരാം. നിങ്ങൾക്കറിയാമോ, മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത് ദൈവത്തിന്റെ വചനമാ. വാട്ടർ ഫിൽറ്റർ പോലെ, അതായത് ശുദ്ധിയില്ലാത്ത വെള്ളത്തെ നല്ല ശുദ്ധീകരിച്ച് അരിച്ചെടുക്കുന്നതിന് വാട്ടർ ഫിൽറ്റർ വെക്കുന്നത് പോലെ ദൈവജനത്തിന്റെ സ്പിരിച്വൽ ഫിൽറ്ററാണ് ദൈവത്തിന്റെ തിരുവചനം.
ആ ഫിൽറ്റർ കേടായി പോയാൽ, ആ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആർക്കും ഇതിനകത്ത് കയറാൻ പറ്റും? ഹല്ലേലൂയ. ഇന്ന് അനേക സഭകളെന്ന് പറയുന്ന കോൺഗ്രിഗേഷൻസിന് പറ്റിയിരിക്കുന്ന കുഴപ്പം അതാണ്. അവിടെ ഈ ഫിൽറ്റർ ഇല്ല, ദൈവത്തിന്റെ തിരുവചനമില്ല. അവിടെ ഇടുങ്ങിയ വാതിലില്ല, അവിടെ വിശാലമായ വാതിലാണ്. കം ഓൺ, കം എൻജോയ്, ബി എ പാർട്ട് ഓഫ് us, we together will marry. അതാ ഇന്ന് പറയുന്നത്. കടന്നു വരുവിൻ, നമുക്ക് ഒരുമിച്ച് കൂടി എൻജോയ് ചെയ്യാം, ആസ്വദിക്കാം, ആരാധിക്കാം. അതിന്റെ മധ്യത്തിലാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. Look into the lives of the people who are assembling that way. അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. ക്രിസ്തുവിന്റെ ഭാവമുണ്ടോ? ക്രിസ്തുവിനെ ഭയപ്പെടുന്നുണ്ടോ? വചനത്തിന് കീഴ്പ്പെടുന്നുണ്ടോ? പ്രമാണത്തിന് കീഴ്പ്പെടുന്നുണ്ടോ? അനുസരണയുണ്ടോ? സ്നേഹമുണ്ടോ? കനിവുണ്ടോ? മാനസാന്തരമുണ്ടോ? സഹോദരനും തമ്മിൽ ബന്ധമില്ല, സഹോദരിയും തമ്മിൽ ബന്ധമില്ല. എന്തിന്? വീട്ടിൽ അപ്പനും മക്കളും തമ്മിൽ ബന്ധമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധമില്ല. പക്ഷെ പറയുന്നു എല്ലാവരും വിശ്വാസികളാണെന്ന്. Why? This is the reason. ദൈവം ചെറുതെന്ന് പറഞ്ഞ ഗേറ്റിനെ മനുഷ്യൻ വലുതാക്കി. They are trying to manipulate the gospel, but gospel cannot be manipulated. കർത്താവ് ചെറുതെന്ന് പറഞ്ഞിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ചെറിയ ഇടുക്കുവാതിൽ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടുക്കുവാതിൽ തന്നെയായിരിക്കും. Man cannot make it wide. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രികാലം നമ്മൾ ചില വളരെ വലിയ വിഷയങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പ്രിൻസിപ്പിൾസ് ടു എൻറ്റർ ദ കിങ്ഡം ഓഫ് ഗാഡ്. സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാനുള്ള വ്യവസ്ഥകൾ, നിബന്ധനകൾ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നു കൊണ്ട് ചിന്തിക്കും, ഒരു പക്ഷേ ഇതെനിക്കുള്ള മെസ്സേജ് അല്ല. മൈ ബ്രദർ, മൈ സിസ്റ്റർ, ദിസ് ഈസ് എ മെസ്സേജ് ഫോർ യു ആൻഡ് മീ. നമുക്കുള്ള മെസ്സേജാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഇടുക്കുവാതിൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ദി എൻഡ്, ദാറ്റ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്. ഇടുക്കുവാതിലല്ല നമ്മുടെ ലക്ഷ്യം. ഇടുക്കുവാതിൽ എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇടുക്കുവാതിലൂടെ കടന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ ഓക്കെ സഹോദര സഹോദരി, നീ ഇടുക്കുവാതിലൂടെ കടന്നുവെങ്കിൽ നീ ഏത് വഴിയിലൂടെ യാത്ര ചെയ്യുന്നത്? ഇടുക്കു വഴിയിലൂടെ തന്നെ അല്ലേ യാത്ര ചെയ്യുന്നത്? ഇടുക്കുവാതിലും ഇടുക്കു വഴിയും എന്ന് പറയുന്ന സ്റ്റെപ്പുകൾ മാത്രമാണ്. എന്തിലേക്ക്? ലക്ഷ്യത്തിലേക്കുള്ള സ്റ്റെപ്പ്. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിലേക്ക് പോകുവാനുള്ള തുടക്കമാണ് ഇടുക്കുവാതിൽ. ഇടുക്കുവാതിലൂടെ കടന്നു ഒരു വ്യക്തി ഇടുക്കു വഴിയിലൂടെ തന്നെ നടക്കണം. നമ്മൾ മുന്നോട്ടുള്ള സമയം ദൈവവചനത്തിലും ചില ആഴമേറിയ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഇത് പഠിക്കുവാനല്ല കേട്ടോ, ഇത് പ്രാവർത്തികമാക്കുവാനാ. നമുക്കൊക്കെ ഉള്ള കുഴപ്പം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? ബേസിക്കലി മനുഷ്യന്റെ കുഴപ്പം എന്താണെന്നറിയാമോ? മനുഷ്യനെ നോക്കിയാ പഠിക്കുന്നത്. മനുഷ്യൻ ദൈവത്തെ നോക്കിയല്ല പഠിക്കുന്നത്. കാരണം മനുഷ്യനെ നോക്കി പഠിക്കുക. മനുഷ്യൻ പറയുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ ദൈവത്തെ നോക്കി പഠിച്ചിരുന്നെങ്കിൽ, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരുന്നുവെങ്കിൽ, ഒരു മനുഷ്യന് വേറൊരു മനുഷ്യന്റെ മുമ്പിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിന് പകരം ഒരു മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ ചില സെക്കൻഡുകളെങ്കിലും ചെലവഴിച്ചിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം മാറിയേനെ. I tell you, 3 seconds of seeing Jesus is worth more than 30 years learning him. മറന്നു പോകരുത്. 30 വർഷം യേശു കർത്താവിനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ പ്രയോജനമാണ് 3 സെക്കൻഡ് യേശുവിനെ കാണുന്നത് വെളിപ്പാടിൽ. അത് കാണുവാൻ കഴിയണമെങ്കിൽ കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നമ്മളൊക്കെ ഒത്തിരി പഠിച്ചവരാ. ഇവിടെ ഇരിക്കുന്ന ആർക്കും വചനം അറിയാവുന്നവരാ. നിങ്ങൾക്ക് ഒരു വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് സത്യവചനമാണോ എന്ന്, ഇത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാണോ എന്ന് ഗ്രഹിപ്പാൻ തക്കവണ്ണം ഡിസേൺമെന്റ് ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പഠിച്ച് നമ്മുടെ അറിവ് വർദ്ധിക്കുകയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? നമുക്ക് ജീവിതത്തിൽ ഇപ്പോൾ ഈ കേൾക്കുവാൻ പോകുന്ന ആ വ്യവസ്ഥകളിലേക്ക്, ദൈവരാജ്യത്തിലേക്കുള്ള കടക്കുന്നതിനുള്ള വ്യവസ്ഥകളിലേക്ക് ഞാൻ ആയിത്തീരുന്നുണ്ടോ? Am I in the right track? Am I in the right path? ഞാൻ ശരിയായ ദിശയിലാണോ പോകുന്നത്? ദൈവരാജ്യവും ഞാനുമായിട്ടുള്ള അകലം അടുത്തടുത്താണോ അതോ അകന്നകന്നാണോ വരുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ? ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ടു എൻറ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നതിൻ്റെ കാരണം, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് മോർ പ്രൊഫൗണ്ട് ദാൻ വി ഹാവ് ബീൻ ടോൾഡ്. ഈ ലോകം നമ്മളോട് പറഞ്ഞതിനേക്കാളൊക്കെ വളരെ സങ്കീർണമാണ് ദൈവത്തിൻ്റെ രാജ്യം.
ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ടതാണ്. ഭൂമിയിൽ ഓരോ രാജ്യങ്ങളുണ്ട്, ഭൂമിയിൽ ഓരോ ഗവൺമെന്റ് ഉണ്ട്, ഭൂമിയിൽ ഓരോ രാജ്യത്തിനും ഓരോ ദേശത്തിനും അതിൻ്റെതായ ഭരണഘടനകളും ഭരണ സമ്പ്രദായങ്ങളുമുണ്ട്. അതിനെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ഭരണാധിപന്മാരുണ്ട്. സ്വർഗരാജ്യത്തിൽ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ അതിനും ദൈവരാജ്യത്തിനും അതിൻ്റെതായ ഭരണ സമ്പ്രദായമുണ്ട്, ഭരണഘടനയുണ്ട്, ഭരണത്തിന്റെ വഴികളുണ്ട്. ഏതൊരു രാജ്യത്ത് താമസിക്കണമെങ്കിലും ആ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് നമ്മൾ കീഴ്പ്പെടുന്നത് പോലെ, ആ ഭരണഘടനയെ ബഹുമാനിക്കുന്നത് പോലെ, ആ ഭരണാധിപന് കീഴ്പ്പെടുന്നത് പോലെ സ്വർഗരാജ്യത്തിൽ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ ഭരണഘടന നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഭരണഘടനയ്ക്ക് നമ്മൾ കീഴ്പ്പെടണം. അതിന്റെ ഭരണാധിപനെ നമ്മൾ ഹാലിൽ വണങ്ങേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ നടക്കത്തില്ല സഹോദരങ്ങളെ. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്? only a few shall find it, കുറച്ചുപേരെ ഇത് കാണത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാരണം എന്നാണെന്നറിയാമോ? The path to kingdom of God is more narrow than we have been told. നമ്മൾ അറിഞ്ഞിട്ടുള്ളതിനേക്കാൾ ഇടുക്കമുള്ളതാണ് കർത്താവിന്റെ രാജ്യത്തിലേക്കുള്ള വാതിലും വഴിയും. മറന്നുപോകരുത്. നമ്മൾ ഇന്നത് കേട്ടു. ഇത് കഴിഞ്ഞ മീറ്റിംഗ് ക്ലോസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡോറ് കഴിഞ്ഞ് അപ്പുറത്തെ ഡോറും കഴിഞ്ഞ് അതിനപ്പുറത്തെ ഡോറും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഇത് മറന്നുപോയി. നമ്മൾ കാണുന്നത് ലോകത്തെയും കേൾക്കുന്നത് ലോകത്തിന്റെ പ്രസംഗവുമാ. പിശാച് അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ നാരോ എന്നുള്ള വാക്കങ്ങ് മാറ്റും. ആരെങ്കിലും ആ നാരോയിൽ നിൽക്കുന്നുവെങ്കിൽ അവരെ വിളിക്കും നാരോ മൈൻഡഡ് എന്ന്. വേറൊരു പേര് വിളിക്കും ലീഗലിസ്റ്റ് എന്ന്. മനസ്സിലായോ സഹോദരങ്ങളെ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ഒറ്റപ്പെട്ടത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ഒറ്റപ്പെട്ടത്. അതുകൊണ്ടാണ് അവർക്ക് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. ഹല്ലേലൂയ. കാരണം they were narrow minded. സത്യം എന്ന് പറയുന്നത് നാരോ മൈൻഡഡ് ആകട്ടോ. സത്യം എന്ന് പറയുന്നത് ബ്രോഡ് അല്ല. സത്യം എന്ന് പറയുന്നത് വിശാലമല്ല. 3 + 2 = 5 എന്ന് പറയുന്ന ഒരു ട്രൂത്ത് ആണ്. ബട്ട് 3 + 2 = 5 that can never change. H2 + O = H2O. That equation can never change. സത്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാത്തതാ സത്യം. ആരെല്ലാം മാറ്റാൻ ശ്രമിച്ചാലും അത് മാറത്തില്ല. ആരെല്ലാം അതിനെ ഇടിച്ചാലും അത് മാറത്തില്ല. ആരെല്ലാം അതിനെ തിരുത്താൻ ശ്രമിച്ചാലും അത് മാറത്തില്ല. അതുകൊണ്ട് ആ സത്യം എന്ന് പറയുന്നത് നാരോ മൈൻഡഡാ. ട്രൂത്ത് ഈസ് ഓൾവേസ് നാരോ. ഭോഷ്ക് എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ രീതി വേണേലും അതിനെ വളച്ചൊടിക്കാൻ പറ്റും, ഇല്ലേ? കള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കോർട്ടിലൊക്കെ ഇപ്പൊ നടക്കുന്ന കള്ളങ്ങളല്ലേ കോടതികളിൽ നടക്കുന്നത്. അഡ്വക്കേറ്റുമാരായാലും ജഡ്ജിമാരായാലും ഒരു കേസൊക്കെ ഏതൊക്കെ രീതി വേണേലും വളച്ചൊടിച്ച് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ സത്യത്തെ വളച്ചൊടിക്കാൻ പറ്റത്തില്ല. സത്യം സത്യമായി തന്നെ നിൽക്കും. നമുക്ക് സത്യം അംഗീകരിക്കണമെങ്കിൽ നാം സത്യത്തിന് കീഴ്പ്പെടണം. സത്യം ഒരിക്കലും നമുക്ക് കീഴ്പ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അപ്പോസ്തലന്മാരും അന്നു മുതൽ ഇന്ന് വരെ ദൈവദാസന്മാരും ദൈവദാസിമാരും പീഡനം അനുഭവിക്കേണ്ടി വന്നതിന്റെ കാരണം അവര് സത്യത്തിന് വേണ്ടി നിന്നു. ലോകത്തിന്റെ ദൃഷ്ടിയിൽ അവരെ സങ്കുചിതരായിരുന്നു. They were introverts. They were narrow-minded. വളരെ വ്യക്തമായിട്ട് കേൾക്കണമേ. കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് കിങ്ഡം ഓഫ് ഹെവൻ. സ്വർഗരാജ്യവും ദൈവരാജ്യവും ദൈവവചനത്തിൽ പലയിടത്തും നമ്മൾ കാണുന്ന ഫ്രേസാണ്. പക്ഷെ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് കിങ്ഡം ഓഫ് ഹെവൻ, ബോത്ത് ആർ സെയിം ഫ്രേസസ്, ബോത്ത് ആർ സെയിം. കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് സുവിശേഷങ്ങളിലും ഏതാണ്ട് 10 പുസ്തകങ്ങളിൽ, പുതിയ നിയമത്തിലെ 10 പുസ്തകങ്ങളിൽ കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ളത് 68 ടൈംസ് എഴുതിയിട്ടുണ്ട്. എന്നാൽ കിങ്ഡം ഓഫ് ഹെവൻ എന്നുള്ളത്, ഹല്ലേലൂയ, ശ്രദ്ധിച്ചു നോക്കണമേ, കിങ്ഡം ഓഫ് ഹെവൻ എന്നുള്ളത് ഓൺലി 32 ടൈംസ് മാത്രമേ പുതിയ നിയമത്തിലുള്ളൂ. ആ 32 ടൈംസും എഴുതിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ളതിന് പകരം മാത്യു എഴുതിയിരിക്കുന്നതെല്ലാം കിങ്ഡം ഓഫ് ഹെവൻ എന്ന്. അതായത് മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവരാജ്യം എന്നാണ് എഴുതിയിരിക്കുന്നത്, സ്വർഗരാജ്യം എന്നാണ് എഴുതിയിരിക്കുന്നത്, ദൈവരാജ്യം എന്നല്ല. മത്തായിയുടെ സുവിശേഷം ഒഴിച്ച് പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളിലും എവിടെയൊക്കെ ഇത് പരാമർശിച്ചിട്ടുണ്ടോ അവിടെയൊക്കെയും എഴുതിയിരിക്കുന്നത് സ്വർഗരാജ്യമെന്ന്, ദൈവരാജ്യമെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പോയി, ദൈവരാജ്യമെന്ന്. അപ്പൊ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൺലി മാത്യു മാത്രമേ ഉള്ളൂ.
ബാക്കി എല്ലായിടത്തും കിങ്ഡം ഓഫ് ഗോഡ് എന്നാ. പക്ഷെ ചില വാക്യങ്ങളുണ്ടല്ലോ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. അത് രണ്ട് സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുമ്പോൾ കിങ്ഡം ഓഫ് ഹെവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേ പാസേജ് തന്നെ ലൂക്കിന്റെ സുവിശേഷത്തിൽ എഴുതുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കിങ്ഡം ഓഫ് ഗോഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പൊ എവിടെ ദൈവവചനത്തിൽ കിങ്ഡം ഓഫ് ഗോഡ് എന്നും കിങ്ഡം ഓഫ് ഹെവൻ എന്ന് കാണുന്നുവോ ഇത് രണ്ടും ഒന്നാണ്. ആദ്യം നമ്മളത് ബേസിക്കലി മനസ്സിലാക്കണം. രണ്ട്, കിങ്ഡം ഓഫ് ഗോഡ് എന്നും കിങ്ഡം ഓഫ് ഹെവൻ എന്നും പറയുന്നത് ഫിസിക്കൽ ഹെവനെ കുറിച്ചല്ല. ദിസ് ഈസ് സ്പിരിച്വൽ ഹെവൻ. ദർ ആർ ടു തിങ്സ്. ഒരു ആത്മീയ സ്വർഗമുണ്ട്, ഒരു ഭൗതിക സ്വർഗമുണ്ട്. ഭൗതിക സ്വർഗത്തിലാണ് നമ്മൾ അവസാനം എത്തുന്നത്. പക്ഷെ ഭൗതിക സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ ആത്മീയ സ്വർഗത്തിന്റെ അംഗങ്ങളായിരിക്കണം. മറന്നു പോകരുത്. ആത്മീക സ്വർഗത്തിലാകാത്ത ഒരു വ്യക്തിക്ക് ഭൗതികമായ സ്വർഗത്തിൽ എത്തുവാൻ കഴിയുകയില്ല. ഇഫ് യു ആർ നോട്ട് there in the spiritual kingdom, you can never ever be in the physical kingdom. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമുക്ക് സ്പിരിച്വൽ കിങ്ഡം വേണ്ട, ആത്മീയമായ സ്വർഗരാജ്യം വേണ്ട, നമുക്ക് ഭൗതികമായ സ്വർഗരാജ്യം മതി. ഇറ്റ് വിൽ നെവർ വർക്ക്. കേൾക്കണമേ സഹോദരങ്ങളെ, മുന്നോട്ടുള്ള സമയം നമ്മൾ ഈ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഒന്ന് പഠിക്കുവാനായിട്ട് പോവുകയാണ് സഹോദരങ്ങളെ. There are 7 principles to enter the kingdom of ഹെവൻ അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗാഡ്. ഈ കർത്താവ് പറഞ്ഞിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ തക്കവണ്ണം 7 നിബന്ധനകളാണ് ദൈവവചനത്തിൽ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലുമായി നമ്മൾ വായിക്കുന്നത്. ഈ 7 കാര്യങ്ങളും ഇന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിൽ നിന്ന് ഈ സമയത്തിൻ്റെ ചുരുങ്ങിയ സമയം കൊണ്ട് 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇന്ന് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. കർത്താവ് വന്നില്ല എങ്കിൽ അടുത്ത സെഷനിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി 4 കാര്യങ്ങൾ പഠിക്കാം. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ ഈ വചനത്തെ എടുക്കണമേ. ഇതൊക്കെ ഞങ്ങൾ കേട്ട് കഴിഞ്ഞ് നമ്മൾ ആരെങ്കിലും പറയും ഇതൊക്കെ പണ്ട് കേട്ടതായിരുന്നു. പണ്ട് കേട്ടതാ. നമുക്കറിയാമല്ലോ, പണ്ട് കേട്ട കാര്യങ്ങൾ വീണ്ടും കേൾക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിൻ്റെ ആവശ്യം എന്താണെന്നറിയാമോ? പണ്ട് കേട്ട കാര്യങ്ങൾ നമ്മൾ ഇതുവരെ അനുസരിച്ചില്ല, അതുകൊണ്ട് കർത്താവ് വീണ്ടും നമ്മളോട് സംസാരിക്കുന്നു. ഇത് ഞാൻ നേരത്തെ കേട്ടതാന്ന് പറഞ്ഞ് മാറ്റുകയല്ല. നേരത്തെ കേട്ട് നമ്മളോട് വീണ്ടും അത് കർത്താവ് പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, നേരത്തെ കേട്ടിട്ട് അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല, അതുകൊണ്ട് കർത്താവ് വീണ്ടും നമ്മളോട് സംസാരിക്കുക. ഇതുവരെ ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇന്നത്തെ രാത്രി ശ്രദ്ധിക്കുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ ഈ തിരുവചനത്തിന് കഴിയും. 119 സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അങ്ങയുടെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് അവിടുന്ന് ഈ പ്രമാണങ്ങളെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. ഈ വചനം എഴുതി തന്നിരിക്കുന്നത് കൃത്യമായി നമ്മൾ ആചരിക്കുവാൻ തക്കവണ്ണമാണ്. ശ്രദ്ധിക്കണമേ, ഈ 7 കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, 7 നിബന്ധനകളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ ആദ്യത്തേതിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. ആദ്യത്തിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ 1-2 കാര്യങ്ങളോട് നിങ്ങളോട് പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഭൗതിക സ്വർഗത്തെക്കുറിച്ചല്ല, ആത്മീക സ്വർഗത്തെക്കുറിച്ചാണ്. ഈ ലോകത്തിലുള്ള സ്വർഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ലോകത്തിലേക്കുള്ള സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ഈ ആത്മീകമായ സ്വർഗത്തിലേക്ക്, ഈ സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് വേണ്ടിയാണോ ഈ നാരോ ഗേറ്റും നാരോ വേയും ഉള്ളത്? എക്സാക്ട്ലി അതിന് തന്നെയാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. That is the characteristics of heaven. Characteristic of heaven എന്തെന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? Kingdom of heaven is not meat and drink. It is the righteousness, peace and joy in the Holy Ghost. പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. സ്വർഗരാജ്യത്തിലൊരു വ്യക്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അങ്ങനല്ലേ ആ വാക്യം എഴുതിയിരിക്കുന്നത്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ഒത്തിരി ഉള്ളതല്ല. ഭക്ഷണവും പാനീയം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു അവർ ബോഡി എന്ന് പറഞ്ഞാൽ ഐ ഹാവ് എവറിത്തിങ് ഐ നീഡ് ഫോർ മൈ ബോഡി. ഹല്ലേലൂയ. ഓൾ സഫീഷ്യൻസി ഫോർ മൈ ബോഡി. അതിനല്ല. പക്ഷേ ഇന്ന് പലരുടെയും, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നോക്കിയേ, ഭൗതികമായിട്ടുള്ളതെല്ലാം നമുക്കുണ്ട്. ഭക്ഷിക്കാൻ ഭക്ഷണമുണ്ട്, ധരിക്കാൻ വസ്ത്രമുണ്ട്, പാർക്കാൻ വീടുണ്ട്, ഓടിക്കാൻ വണ്ടിയുണ്ട്, മക്കളുണ്ട്. പക്ഷെ ഇല്ലാത്ത ഒന്നെന്തെന്നറിയാമോ? ആത്മാവിനും ദേഹിക്കും ആ സ്വസ്ഥതയില്ലാത്തത്. സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല. ഇല്ലേ? ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മുടെ ആത്മാവിന് സ്വസ്ഥതയാണ് വരുന്നത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, അവിടെ എഴുതിയിരിക്കുന്നു നീതിയും
സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. നമ്മൾ നീതിക്ക് വേണ്ടി ജീവിക്കുന്നവരായിത്തീരും, നമ്മൾ സമാധാനമുള്ളവരായിത്തീരും. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. ഈ ലോകത്തിൽ നമുക്കത് പ്രാപിക്കുവാൻ കഴിയുന്നുണ്ടോ സഹോദരങ്ങളെ? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഈ സ്വസ്ഥതയുണ്ട്, ഈ സന്തോഷമുണ്ട്, ഈ സമാധാനമുണ്ട്? ഒരു പക്ഷേ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇത് വീഡിയോയിലൂടെ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര വർഷമായി നിങ്ങൾ വിശ്വാസിയായിട്ട്? എത്ര വർഷമായി പറയുന്നു കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു വന്നിട്ട്? ഈ ഭൂമിയിൽ നീ സ്വർഗരാജ്യത്തിലാണോ എന്നുള്ളതിന്റെ തെളിവ് ദൈവത്തിന്റെ വചനം പറയുന്നു. സ്വർഗരാജ്യം, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ആ ഒരു അനുഭവമുള്ള വ്യക്തിയാണ് യഥാർത്ഥ സ്വർഗരാജ്യത്തിൽ വസിക്കുന്നത്. അതില്ല എങ്കിൽ മൈ ബ്രദർ, മൈ സിസ്റ്റർ, ഇന്നത്തെ ഈ വചനം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയതെന്ന് തിരിച്ചറിയണം. എവിടെയാണ് നമുക്ക് അബദ്ധം പറ്റിയത്? എവിടെയാണ് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോയത്? എവിടെയാണ് നമ്മൾ കറക്റ്റഡ് ആകേണ്ടത്? കർത്താവ് വീണ്ടും നമ്മളോട് സംസാരിക്കുക. ഒരു വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ലൂക്കോസ് സുവിശേഷം 17:21 പറയുന്നു, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് നിങ്ങളിലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ഫിസിക്കൽ ഹെവൻ. ഞാൻ മുമ്പേ പറഞ്ഞു, ഭൗതിക സ്വർഗത്തെക്കുറിച്ചല്ല ഈ ദൈവരാജ്യം, ഈ സ്വർഗരാജ്യത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങളതിൽ വസിക്കണം. നിങ്ങളുടെ മധ്യത്തിൽ സ്വർഗരാജ്യമുണ്ട്, നിങ്ങൾ അതിലേക്ക് കടക്കണം. എന്താ ദൈവരാജ്യവും സ്വർഗരാജ്യവും എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഗവൺമെന്റ് ഓഫ് ഗോഡ്. ദൈവം ഭരണം നടത്തുന്ന രാജ്യമാണ് ദൈവരാജ്യം. ഞാൻ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് വരികയാണ്. ഞാൻ എന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുത്തിട്ട് അവിടുത്തെ റൂളർഷിപ്പിന്റെ, അവിടുത്തെ അധികാരത്തിന്റെ, അവിടുത്തെ കർത്തൃത്വത്തിന്റെ കീഴിൽ വന്നിട്ട് പറയുന്നു, അവിടുന്ന് എന്റെ കർത്താവാണെന്ന്, അവിടുന്ന് എന്റെ ദൈവമാണെന്ന്. ഇന്നു മുതൽ ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് ദൈവം വെച്ചിരിക്കുന്ന നിബന്ധനകൾക്ക് കീഴെ, മുമ്പേ പറഞ്ഞതുപോലെ ഭരണ സമ്പ്രദായത്തിന് കീഴെ, ദൈവത്തിന്റെ ഭരണഘടനയ്ക്ക് കീഴെ ഞാൻ വന്നിട്ട് ആ ഭരണഘടനയെ മാനിക്കുവാനും അതിനെ അനുസരിക്കുവാനും അതിനെ അനുഭവിക്കുവാനും ഞാൻ ഇടയാക്കുമ്പോൾ ഞാൻ ദൈവരാജ്യത്തിലായി കഴിഞ്ഞിരിക്കുന്നു. നമ്മളിൽ പലരും അതിനകത്തുണ്ട്, എന്നാൽ പലരും അതിനകത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? നമുക്ക് മുമ്പേ പറഞ്ഞതിലൂടെ പലരും ശ്രമിക്കും, പക്ഷെ പറ്റത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? പലതും ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. പലതും ഉപേക്ഷിച്ച് ഈ ഇടുങ്ങിയ വാതിലിലൂടെ നമ്മുടെ മധ്യത്തിലുള്ള ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് കടക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ചിലതൊന്നും ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ മധ്യത്തിൽ തന്നെ ദൈവരാജ്യമുണ്ട്. ഞാൻ എന്തിനാണ് ഇതൊക്കെ ഈ പോയിന്റുകൾ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരിക്കലും ഈ വചനത്തിൽ ദൈവരാജ്യം സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഹെവനെ കുറിച്ചല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയതാണ്. ഈ സ്വർഗരാജ്യം ആത്മീയമായിട്ടുള്ള വിഷയമാണ്. ഇതിനകത്താകുന്ന വ്യക്തിക്ക് മാത്രമേ ഫിസിക്കൽ കിങ്ഡത്തിൽ പോകാൻ പറ്റൂ. കർത്താവിൻ്റെ വരവിൽ കർത്താവിനോട് എടുക്കപ്പെടാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും വസിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം നമ്മൾ ഈ ഭൂമിയിൽ അതിനകത്താകണം ഈ ജീവിച്ചിരിക്കുമ്പോൾ. ഹല്ലേലൂയ. ചില വാക്യങ്ങൾ ഞാനൊന്ന് എടുക്കുക. മത്തായിയുടെ സുവിശേഷം 3:2, മത്തായിയുടെ സുവിശേഷം 4:17, മാർക്ക് 1:15 പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. അവിടെ നമുക്കറിയാം കർത്താവിന്റെ ശുശ്രൂഷയുടെ ആദ്യ ആരംഭമാണ്. യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട് 3-ാമത്തെ അധ്യായത്തിൽ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഭൗതികമായ സ്വർഗത്തെക്കുറിച്ചല്ല പറയുന്നത്. പെന്തിക്കോസ്ത് നാളിൽ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക പരിശുദ്ധയാത്മാവിലേക്ക് ഇറങ്ങി വന്ന് സ്വർഗരാജ്യം ഇവിടെ സ്ഥാപിക്കുക. നിങ്ങൾ മനസ്സിലാക്കണമേ, യേശു കർത്താവ് വന്നപ്പോഴും യേശു കർത്താവ് പറഞ്ഞു, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? സ്വർഗരാജ്യം നടത്തേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പിതാവും പുത്രനും ഒരുമിച്ച് നമ്മളിൽ വസിക്കുന്നത് അവന്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. സഭയിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ഹല്ലേലൂയ ദൈവസഭയെ ദൈവത്തിന്റെ രാജ്യത്തിലാക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് പെന്തിക്കോസ്ത് നാളിൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? സ്വർഗരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാവുകയാണ്. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ തന്നെ സ്വർഗരാജ്യമുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന രാജ്യമാണ് സ്വർഗരാജ്യം. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്ന വ്യക്തികളാ സ്വർഗരാജ്യത്തിന്റെ അംഗങ്ങൾ. പരിശുദ്ധാത്മാവിനും ദൈവവചനത്തിനും. പരിശുദ്ധാത്മാവാണ് ഭരണകർത്താവ്, ദൈവവചനമാണ് ഭരണഘടന. മറന്നുപോകരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് ഭരണകർത്താവ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിന്റെ ആത്മാവാണ്. സർവശക്തനായ പിതാവിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നമ്മളിൽ പലർക്കും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. പരിശുദ്ധാത്മാവ് ശക്തിയല്ല, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. ഹി ഈസ് എ പേഴ്സൺ.
He is not simply an influence. He is not a personification of some influence. No, ഒരു എന്താ നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണെന്ന ചിലർ പറയുന്നത്. ശക്തിയല്ല. He is God Almighty. അവനൊരു പേരുണ്ട്. അതുകൊണ്ട് സ്നാനപ്പെടുത്തുമ്പോൾ പറയുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന് പേരുള്ളതുപോലെ പുത്രന് പേരുള്ളതുപോലെ പരിശുദ്ധാത്മാവിന് പേരുണ്ട്. പിതാവിന് അസ്തിത്വമുള്ളതുപോലെ വ്യക്തിത്വമുള്ളതുപോലെ പുത്രന് വ്യക്തിത്വമുള്ളതുപോലെ പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ട്. മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഭരിക്കുന്ന രാജ്യമാണ് സ്വർഗരാജ്യം. അതിന്റെ ഭരണഘടനയാണ് ദൈവത്തിന്റെ തിരുവചനം. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെട്ട് ദൈവവചനത്തെ അനുസരിച്ച് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവരാജ്യത്തിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. റോമാലേഖനത്തിലെ വാക്യം നമ്മൾ കേട്ടല്ലോ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ എൻ്റെ കർത്താവ് പറയുന്നു, എന്താണെന്നറിയാമോ? മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഇറ്റ് ഈസ് നോട്ട് ഫിസിക്കൽ ഹിയർ. മൈ കിങ്ഡം ഈ ലോകത്തിൻ്റെതല്ല എൻ്റെ രാജ്യം. ഈ ലോകത്തിലുള്ളവർക്ക് എൻ്റെ രാജ്യത്തെ കാണുവാൻ കഴിയുകയില്ല. സോ ദാറ്റ് ഓൾ ടോക്സ് അബൌട്ട് ദ സ്പിരിച്വൽ കിങ്ഡം ഓഫ് ഗാഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇറ്റ്സ് എ ഗവൺമെന്റ് ഓഫ് ഗാഡ്. ഞാൻ ഇനി ആ 3 കാര്യങ്ങളിലേക്കൊന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുക. 7 വ്യവസ്ഥകളുണ്ട്, 7 നിബന്ധനകളുണ്ട്. There are 7 principles to enter into the kingdom of God or kingdom of heaven. ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനുള്ള 7 നിബന്ധനകളിൽ ആദ്യത്തെ 3 നിബന്ധനകളാണ് ഞാൻ ഹല്ലേലൂയ ഇന്ന് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നിക്കോദിമോസിനോട് കർത്താവ് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് എടുത്ത് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന ഉത്തരം പറഞ്ഞു. The first thing, you must be born again. Except a person is born again, he can never ever get into the kingdom of God. English എഴുതിയിരിക്കുന്നു, except a man be born again, he cannot see the kingdom of God. ഇവിടെ ഇരിക്കുന്നവരൊക്കെ കൈ ഉയർത്തിയിട്ട് പറയും, ഞങ്ങളെല്ലാവരും born again ആണെന്ന്, ഞങ്ങളെല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ചവരാണെന്ന്. Question is this, what is the proof that you are born again? എന്താണ് തെളിവ്? നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചു എന്നുള്ളൊരു തെളിവ്. വീണ്ടും ജനനം പ്രാപിച്ചു എന്നുള്ളതിന് തെളിവ് ഒന്ന് മാത്രമേ ഉള്ളൂ. 2 കൊരിന്ത്യർ 5:17 വാഴ്ത്തപ്പെട്ട വചനത്തിൽ എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതാക്കപ്പെട്ടിരിക്കുന്നു. If a person be in Christ, he is a new creature. Old is gone. Behold, everything has become new. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതാണ് ഇതിന്റെ തെളിവ്. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിയാണോ എന്നുള്ള തെളിവ്. എൻ്റെ പഴയതെല്ലാം കഴിഞ്ഞുപോയി, എൻ്റെ ജീവിതം പുതുതായിരിക്കുന്നെന്ന്. യേശുവിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വ്യക്തി പുതിയ വ്യക്തിയായി തീർന്നെന്ന്. പുതിയ ആറ്റിറ്റ്യൂഡ് വന്നു, പുതിയ സംസാര രീതി വന്നു, പുതിയ ചിന്താഗതികൾ വന്നു, ജീവിതത്തിൽ പുതിയ ദർശനങ്ങളുണ്ട്, ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങളുണ്ട്, ജീവിതത്തിൽ പുതിയ കൂട്ടുകാരുണ്ട്, ജീവിതത്തിൽ പുതിയ പ്രമാണങ്ങളുണ്ട്. എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. പഴയ ആള് കഴിഞ്ഞുപോയി, പഴയ ആള് മരിച്ചുപോയി, പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു അവൻ മരിച്ചുപോയി, അവൾ മരിച്ചുപോയി. ഈ അനുഭവം നമ്മൾ എത്ര പേർക്കുണ്ട്? ഈ അനുഭവം ഉണ്ടെങ്കിൽ ട്രൂലി യു ആർ ബോൺ അഗെയിൻ. ഈ അനുഭവം ഇല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യു ആർ നോട്ട് ബോൺ അഗെയിൻ. നിക്കോദിമോസിനോട് കർത്താവ് പറയുക, എക്സെപ്റ്റ് എ മാൻ ബി ബോൺ അഗെയിൻ, ഹി cannot enter എന്നല്ല, ഹി cannot see the kingdom of heaven. കടക്കുന്നത് പോട്ട് കാണാൻ പോലും കഴിയത്തില്ലെന്ന്. ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ചില്ല എങ്കിൽ, വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്നതാണ്. താഴേക്ക് വായിച്ചു വരുമ്പോൾ ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നമ്മളിൽ പലർക്കുമുള്ള സംശയം നിക്കോദേമോസിനും ഉണ്ടായി. നിക്കോദേമോസ് ചോദിച്ചു, ഇത്രയും പ്രായമായ ശേഷം ഞാൻ എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കടന്നിട്ട് പിന്നെയും ജനിക്കുന്നത്? നമ്മളും ചോദിച്ചു അല്ലേ? അപ്പൊ കർത്താവ് പറയുന്നുണ്ട്, 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചേ. അതിന് യേശു 4-5 ഞാൻ വായിക്കുക, കാരണം വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട്. നിക്കോദേമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല.
വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇതിലൊത്തിരി തിയോളജി കോൺഫ്ലിക്റ്റ് ഉണ്ട് ഈ വാക്യത്തിനകത്ത് കേട്ടോ. ഈ വെള്ളത്താൽ ജനിക്കുക എന്ന് പറയുമ്പോൾ ചിലർ വാദിക്കുന്നത് ഇത് ബാപ്റ്റിസമിന്റെ വാട്ടറിനെ കുറിച്ചാണ് പറയുന്നതെന്നാ, വെള്ളത്തിലെ സ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇതിന്റെ മൂലഭാഷ പഠിക്കുമ്പോൾ വെള്ളത്തിലെ സ്നാനത്തെക്കുറിച്ചല്ല ഇത് പഠിപ്പിക്കുന്നത്. ആത്മാവിനാൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ബോൺ ഓഫ് ദ സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് വീണ്ടും ജനനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാത്രമാണോ നമ്മുടെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്നത്? അല്ല, ദൈവത്തിന്റെ തിരുവചനമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ തിരുവചനവും ചേർന്നാണ് നമ്മളെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്നത്. എല്ലായിടത്തും രണ്ട് ഫാക്കൽറ്റീസ് ഉണ്ട് ജനനത്തിന്. മാനുഷികമായ നാച്ചുറൽ ബെൽത്തിലേക്ക് നോക്കിയേ, അവിടെ ഒരു അപ്പനുണ്ട്, ഒരു അമ്മയുണ്ടല്ലേ, അല്ലേ? സ്പേമുണ്ട്, എഗ്ഗുണ്ട്, ഇല്ലേ? അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. യേശു കർത്താവിന്റെ ജനനത്തിലേക്ക് നോക്കിയേ, അവിടെ ഒരിടത്ത് പിതാവുണ്ട്. ഹല്ലേലൂയ! ആ പിതാവ് തന്നെ പരിശുദ്ധാത്മാവിനെ അയച്ചു. അതായത് പിതാവിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ വന്നു. താഴെ ആരുണ്ട്? മറിയയുണ്ട്. അത് ചേർന്ന് കഴിഞ്ഞപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകെ അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവ് വന്നു, പിന്നെ മറിയയുടെ ഉദരം. അത് രണ്ടും കൂടെ ചേർന്നപ്പോൾ യേശു ഉൽപ്പാദിതമായി. എവിടെയും ഒരു ജനനത്തിൽ രണ്ട് ഫാക്കൽറ്റീസ് ഉണ്ട്. ആത്മീയ ജനനത്തിൻ്റെ രണ്ട് ഫാക്കൽറ്റീസ് ആണ്. എന്താണെന്ന് അറിയാമോ? ഒന്ന് ദൈവത്തിൻ്റെ വചനം, മറ്റേത് പരിശുദ്ധ ആത്മാവ്. ഇവിടെ വെള്ളത്താലും ആത്മാവിനാലും നീ ജനിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം കാണിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെയാണ്. അതിന് ഞാനൊരു തെളിവ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. ഹല്ലേലൂയ! ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് പഠിക്കുവാൻ ശ്രമിച്ചപ്പോൾ വളരെ അറിയപ്പെടുന്ന കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന തിയോളജിയൻസ്, ദൈവശാസ്ത്രജ്ഞന്മാര്, ഈ നൂറ്റാണ്ടുകളിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാര്, അവർക്കാർക്കും ഇതിനകത്തൊരു കൺക്ലൂഷന് കൊണ്ടുവരാൻ പറ്റത്തില്ല. അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണ് ഈ വാക്യത്തെക്കുറിച്ച്. ചിലർ പറയുന്നു വാട്ടർ ബാപ്റ്റിസത്തെ കുറിച്ചാണെന്ന്, പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഹല്ലേലൂയ! എന്നാൽ ഞാൻ നിങ്ങളോടൊരു വചനം കാണിച്ചു തരാം. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നു. അവിടെ യേശു കർത്താവ് ദൈവസഭയോട് ചെയ്ത പ്രവൃത്തി അവിടെ എഴുതിയിരിക്കുന്നു. അവൻ അവളെ ദൈവവചനത്താലും ആ വാക്യം ഒന്ന് എടുത്തേ, ആരെങ്കിലും ഒരാളൊന്ന് ഉറക്കെ വായിച്ചേ. അവിടെ താങ്ക് യു സിസ്റ്റർ. വചനത്തോടു കൂടിയുള്ള ജലസ്നാനത്താൽ വെടിപ്പാക്കി. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ സിസ്റ്ററെ. ഇംഗ്ലീഷിലാണ് ഒന്നുകൂടെ ക്ലിയർ. ആരെങ്കിലും ഒരാൾ ഇംഗ്ലീഷിൽ വായിച്ചേ. Washing of water by the word. You see how water and word was connected there. Washing of water by the word. Hallelujah! ദൈവ വചനത്താലുള്ള ആത്മീക ശുദ്ധീകരണം, അതാ അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ബോൺ അഗെയിൻ ആകുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തിരുവചനത്താൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകണം, പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി കീഴ്പ്പെടണം. അപ്പൊ ഇവിടെ നിക്കോദേമോസിനോട് കർത്താവ് പറയുകയാണ്, വെള്ളത്താലും ആത്മാവിനാലും മാത്രമേ നിനക്ക് വീണ്ടും ജനം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞത് ഇതാണ്, ഞാൻ ഈ പറയുന്ന വചനത്തിന് നീ കീഴ്പ്പെടണം, ഞാൻ ഈ പറയുന്ന തിരുവചനത്തെ നീ ഏറ്റെടുത്ത് ആത്മീക ശുദ്ധീകരണം പ്രാപിക്കണം, പാപബോധം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം, പിന്നെ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തെ തുറന്ന് ഞാൻ കർത്താവാണെന്ന് നിന്നെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കും. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ചോദ്യം ഇതാണ്, കഴിഞ്ഞ നാളുകളിൽ കേട്ട എത്ര വചനത്തിന് കീഴ്പ്പെടുവാൻ നമുക്ക് കഴിഞ്ഞു? ആ കീഴ്പ്പെടാത്തതാണ് പുതിയ സൃഷ്ടിയായി തീരുവാനുള്ള അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ തടഞ്ഞത്. നമ്മളിപ്പോഴും പഴയതുപോലെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്നറിയാമോ? കഴിഞ്ഞ നാളുകളിൽ കർത്താവ് സംസാരിച്ച വചനത്തിന് നമുക്ക് കീഴ്പ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കുറവുകളെ ദൈവത്തിന്റെ തിരുവചനം നമ്മളെ കാണിച്ചു തരുമ്പോൾ അത് എൻ്റെ കുറവുകളാണെന്നതിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം നമ്മളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? പഴയ സൃഷ്ടിയായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി എന്ന് പറഞ്ഞത് സംഭവിക്കാതിരുന്നതിന്റെ കാരണം വചനത്തിന് നമ്മൾ കീഴ്പ്പെട്ടില്ല. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ പലതവണ നമ്മളോട് പലതും സംസാരിച്ചു, പലതും നമുക്ക് ചേർന്നതല്ലെന്ന് നമ്മളോട് പറഞ്ഞു, പലതും വിട്ടുകളയേണ്ടതാണെന്ന് നമ്മളെ ഉപദേശിച്ചു, പല വഴികളിൽ നിന്ന് നമ്മൾ വേർതിരിയണമെന്ന് പറഞ്ഞു, പല കൂട്ടുകെട്ടുകൾ വിട്ടുകളയണമെന്ന് പറഞ്ഞു. നമ്മൾ ശരിയെന്ന് പറഞ്ഞിരുന്ന പലതും തെറ്റാണെന്ന് വളരെ നല്ല വ്യക്തമായി കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോട് സംസാരിച്ചു. പക്ഷേ അതൊന്നും സ്വീകരിക്കുവാനോ അതിനൊന്നും കീഴ്പ്പെടുവാനോ നമ്മളിൽ പലർക്കും കഴിഞ്ഞില്ല. കാരണം എന്നാണെന്നറിയാമോ? നമ്മൾ ദൈവത്തെക്കാളധികം മനുഷ്യൻ്റെ മാനത്തെ സ്നേഹിച്ചു.
എനിക്ക് തോന്നുന്നു യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ്, 12-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ പറഞ്ഞു, അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ അധികം മനുഷ്യരാലുള്ള മാനത്തെ സ്നേഹിച്ചു. അതാ നമുക്ക് പറ്റിയ കുഴപ്പം. എൻ്റെ അപ്പൻ എന്തോ പറയും, എൻ്റെ അമ്മ എന്തോ പറയും, എൻ്റെ ഭാര്യ എന്തോ പറയും, എൻ്റെ ഭർത്താവ് എന്തോ പറയും, എൻ്റെ കൂട്ടുകാരെന്തോ പറയും, പള്ളിയിൽ അച്ഛൻ എന്തോ പറയും, തിരുമേനി എന്തോ പറയും, പാസ്റ്റർ എന്തോ പറയും. ഇതാ നമ്മുടെ വിഷയം. ദൈവം എന്തു പറയും എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം ഈ ലോകത്തിലുള്ള ജീവിതമാണ്. എനിക്ക് എങ്ങനെങ്കിലും ഒരു കല്ലറ കിട്ടണം, അതാ നമ്മുടെ വിഷയം. പണ്ടൊരാളോട് ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ ആൾ എന്നോട് ചോദിച്ചാൽ, മരിച്ചു പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടുണ്ടായോ? എന്നോട് ചോദിച്ച ചോദ്യമാണ്. കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഒരാൾ പറഞ്ഞതാ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്ലറ വേണ്ടായോ എന്നേ? ഈ പറയുന്ന കാര്യങ്ങൾ വല്ലതും പറഞ്ഞ് നടക്കുമോ? ആരെങ്കിലും കാണണ്ടേ കൂടെ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതായാലും നാട്ടുകാരാണെങ്കിലും കുഴിച്ചിടും. കാരണം ഏതായാലും ഡെഡ് ബോഡി വെളി വെച്ചേക്കത്തില്ല. എന്നെ എവിടെ കുഴിച്ചിട്ടാലും എനിക്കത് വിഷയമില്ല. കാരണം കർത്താവിൻ്റെ കാഹളം ധരിക്കുമ്പോൾ ഞാൻ അവിടുന്ന് പൊങ്ങും. വ്യക്തമായ ഉറപ്പുണ്ട്. സമുദ്രത്തിന് പോലും വെള്ളത്തിന് പോലും തടഞ്ഞു വയ്ക്കാൻ പറ്റത്തില്ല, തീക്ക് തടഞ്ഞു വയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടു, ദൈവവചനത്തിൽ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ കണ്ടു, ഒന്നിനും തടയാൻ പറ്റത്തില്ല. നീ കർത്താവിൻ്റെ ദാസനാണെങ്കിൽ, കർത്താവിൻ്റെ ദാസിയാണെങ്കിൽ, മരിച്ചു കഴിഞ്ഞ് നിന്റെ ഡെഡ് ബോഡി എന്താകുമെന്നുള്ളതല്ല നിന്റെ വിഷയം. സഹോദര സഹോദരി, നീ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ഡെഡ് ബോഡിക്ക് എന്ത് പറ്റുമെന്നുള്ളതല്ല വിഷയം. നിന്റെ ആത്മാവിന് എന്ത് പറ്റുമെന്ന് നീ ചിന്തിക്ക്. നിന്റെ ആത്മാവ് നിത്യ നരകത്തിലാണോ സ്വർഗത്തിലാണോ വസിക്കേണ്ടതെന്ന് നീ ചിന്തിക്ക്. നിന്റെ ഡെഡ് ബോഡി എവിടെ കുഴിച്ചിടുമെന്നുള്ളതല്ല നിന്റെ വിഷയം. മറന്നു പോകരുത് സഹോദര സഹോദരി. ഹല്ലേലൂയ. നമ്മൾ ബോൺ അഗെയിൻ ആണോ എന്ന് ആദ്യം തീരുമാനിക്കണം. ഞാനൊരു പുതിയ സൃഷ്ടിയായിത്തീരണം. ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കാൻ പറ്റൂ. നിക്കോദേമോസിനോട് പറഞ്ഞത് അതാ, എക്സെപ്റ്റ് എ മാൻ ബി ബോൺ അഗെയിൻ ഹി കനോട്ട് സീ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് നമുക്ക് പുതിയ മാറ്റം വരാതിരുന്നത്? ദൈവവചനത്തിന് നമ്മൾ കീഴ്പ്പെട്ടില്ല, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾക്ക് കീഴ്പ്പെട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ പലതും കർത്താവ് നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മൾ പുറകിലിരിക്കുന്ന ആളിന് വേണ്ടിയുള്ളതാണ്, മുന്നിലിരിക്കുന്ന ആളിന് വേണ്ടിയുള്ളതാണ്, അപ്പുറത്തുള്ള ആളിന് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ് നമ്മൾ തല കുനിച്ചു വെച്ചിരുന്നു. നമുക്കത് കീഴ്പ്പെടുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് പറ്റി? നമ്മുടെ ജീവിതം കല്ലായി തീർന്നുകൊണ്ടിരുന്നു, നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരുന്നു, നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് മറുതലിച്ചു കൊണ്ടിരുന്നു. ആൻഡ് ദ ലോർഡ് സ്റ്റോപ്ഡ് സ്പീക്കിംഗ് ടു യു. കർത്താവ് പറഞ്ഞു, എൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ, എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരുന്നു. കഠിനപ്പെട്ട ഹൃദയവുമായി നിത്യനരകത്തിൽ നമ്മളെത്തും. ഞാൻ മുന്നോട്ട് പോവുകയാണ് സഹോദരങ്ങളെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നാരോ ഗേറ്റ് ഈസ് നോട്ട് അവർ ഗോൾ. Narrow gate is not our goal. Narrow way is not our goal. Before that, let me take that reference as well. ഞാൻ മറ്റൊരു റെഫറൻസ് കൂടെ ഒന്ന് വായിക്കട്ടെ. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കും. 7-ാം അധ്യായത്തിലെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്കൊന്ന് വന്നേ. മത്തായിയുടെ സുവിശേഷം ഇതിൻ്റെ കോണ്ടസ്റ്റ്, ഇതിൻ്റെ പാരലൽ പാസേജാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കുവിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. Only a few shall find. ലൂക്കോസിന് ശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ, പലരും കടക്കുവാൻ നോക്കും, കഴിയുകയില്ല താനും. ഇവിടെ എന്താ വായിച്ചിരിക്കുന്നത്? Only a few shall find. വളരെ ചുരുക്കം പേരെ അതിനകത്ത് കടക്കത്തുള്ളത്. പക്ഷെ അപ്പുറത്തൊരു വാതിലുണ്ട്, വിശാലമായ വാതില. അതിലൂടെ കടക്കുന്നവർ അനേകരാ. അതിനകത്ത് നമ്മുടെ കൂട്ടുകാർ കയറി കിടക്കുന്നത് കാണാം, നാട്ടുകാർ കാണും, അതിനകത്ത് പരിചയക്കാരൊക്കെ കാണും, വീട്ടുകാരെല്ലാവരും കാണും. പക്ഷേ ഇതിനകത്തൂടെ കിടക്കാൻ ആരുമില്ല, ഇതിലൂടെയുള്ള വാതിലൂടെ പോകുവാൻ ആരുമില്ല. അത് വേക്കൻ്റ്, അത് ഫ്രീ ആയിട്ട് കിടക്കുക. വല്ലപ്പോഴും അങ്ങനെ ഒരാൾ ചെന്ന് അതിനകത്തൂടെ ഞെരുക്കി നമ്മൾ കാണുമെന്ന് വെച്ചോ, 2 വാതിലുണ്ടെന്ന് വെച്ചോ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ മുമ്പിൽ 2 വാതിലുണ്ട്. ഒന്ന് നല്ല വിശാലമായ വാതിലാണ്, ഒരു 1.5 മീറ്റർ വിഡ്ത്തിൽ, നല്ല ഇച്ചിരി ഒരു 7 അടി പൊക്കത്തിലുള്ളൊരു വാതിൽ. അപ്പുറത്തുണ്ട് ആ 1.5 മീറ്റർ എന്നുള്ളതിന് പകരം ഒരു 50 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ, പൊക്കം ഇച്ചിരി ഉണ്ട്. ഓക്കെ, ഒരു 30 സെൻറ്റിമീറ്റർ, ഒരു 30 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു വാതിൽ. നമ്മൾ നോക്കുന്നത് ഒരുത്തിനകത്തൂടെ ഞെരുങ്ങി കയറുക. മറ്റേ ഇതിനകത്തൂടെ ഫ്രീ ആയിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. നമ്മൾ ഇവിടെ ഒന്ന് വാച്ച് ചെയ്താൽ നമ്മൾ എന്ത് പറയും? പൊട്ടൻ.
ഇവൻ എന്തോ എൻ്റെ തലയ്ക്ക് എന്ത് അസുഖമാണെന്ന് നോക്ക്, കിടന്ന് പാടുപെടുന്ന കണ്ടില്ല അതിനകത്തൂടെ കയറാൻ. ഇപ്പുറത്തിനകത്തൂടെ കയറിപ്പോകുന്നേ. നിന്നെക്കാട്ടി ബുദ്ധിയുള്ള PhD എത്ര പേര് അതിനകത്തൂടെ പോകുന്നത്? 4ാം ക്ലാസ് പഠിച്ച് നീ അതിനകത്ത് കിടന്നുകൊണ്ട് കുഴയുക. നമ്മൾ പറയത്തില്ലേ സഹോദര? എക്സാക്ട്ലി അതാ ആത്മീയ ലോകത്ത് സംഭവിക്കുന്നത്. അനേകർ PhD വലിയ വിവരമുള്ളവരുടെയും ലോകത്തിലുള്ളവരുടെയും വഴികൾ പിന്തുടരുകയാണ്. പക്ഷേ വിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ട അപ്പോസ്തലന്മാരായ മുക്ക്, ഈ വചനം മറ്റുള്ളവരോട് പറയുമെങ്കിൽ അവർ പറയും ഇത് മുക്കുവൻ എഴുതിയ പുസ്തകമല്ലയോ എന്ന്. പണ്ടൊരിക്കൽ ഒരാൾ ചോദിച്ചതിനോട്, മുക്കുവൻ എഴുതിയ പുസ്തകമല്ലേ ഇതെന്ന്. മുക്കുവൻ എഴുതിയ പുസ്തകമാണെന്ന് പേര് പറയാതിരിക്കാൻ തക്കവണ്ണമാണ് വിദ്യാസമ്പന്നനായ പൗലോസിനെ കൊണ്ടും പുസ്തകം എഴുതിപ്പിച്ചത് കർത്താവ്. മനസ്സിലായോ? ഇത് മുക്കുവൻ എഴുതിയതല്ല, മുക്കുവനെ കൊണ്ട് എഴുതിപ്പിച്ച പുസ്തകമാണ്. ബുദ്ധിയുള്ളവനെ കൊണ്ട് ദൈവം എഴുതിപ്പിക്കാഞ്ഞതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ദൈവം ഒന്ന് പറയുമ്പോൾ ദൈവത്തിനോട് തിരിച്ചു പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം അവൻ വാ തുറക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ബുദ്ധിയുള്ള ഭോഷന്മാരായ മനുഷ്യരുടെ വാക്കുകൾ കേട്ട് അവരുടെ വഴിയെ പോകുമ്പോൾ ഇടുക്കുവാതിൽ ചൂണ്ടിക്കാണിക്കൊണ്ട് കർത്താവ് പറയുന്നു, ഈ ഇടുക്കുവാതിലൂടെ കടക്കുന്നവനാ എൻ്റെ അടുക്കലെത്തുന്നത്. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഈ ഇടുക്കുവാതിലെന്നും ഇടുക്കു വഴിയെന്നും പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അവർ ഗോൾ. നമ്മളോട് ആരെങ്കിലും ചോദിക്കുക നിന്റെ ലക്ഷ്യം എന്തുവാന്ന് ചോദിച്ചാൽ എൻ്റെ ലക്ഷ്യം ഇടുക്കുവാതിലും ഇടുക്കു വഴിയുമാണെന്നല്ല പറയേണ്ടത്. എൻ്റെ ലക്ഷ്യം സ്വർഗരാജ്യമാണ്. പക്ഷെ ആ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുക്കുവാതിലും ഇടുക്കു വഴിയുമാണ്. യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈസ്? അപ്പോൾ ഒരാൾ ഇടുക്കുവാതിൽ കയറി അങ്ങ് നിൽക്കുകയല്ല ചെയ്യുന്നത്, ഇടുക്കുവാതിൽ കയറി മുന്നോട്ട് നടക്കണം. സഹോദര സഹോദരി, നിന്റെ ജീവിതം കാണുമ്പോൾ അറിയാം, നിന്റെ ജീവിതത്തിന്റെ ശൈലി കാണുമ്പോൾ അറിയാം നീ വിശാല സ്ഥലത്തൂടെ പോകുന്നയാളാണോ ഇടുക്കുള്ള വാതിലൂടെ പോകുന്നയാളാണോ എന്ന്. നിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാകും നീ ഇടുക്കുവാതിലൂടെ കടന്ന ഇടുക്കു വഴിയിലൂടെ ജീവിക്കുന്ന വ്യക്തിയാണോ, വിശാലമായ വാതിലൂടെ കടന്ന വിശാലമായ വഴിയിലൂടെ നടക്കുന്ന വ്യക്തിയാണോ എന്ന് നിന്റെ മെസ്സേജ് കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകും. മുമ്പേ പറഞ്ഞതുപോലെ അനേകരും നിന്റെ മേലൊരു ലേവലിടും, നീ ഇടുങ്ങിയ ചിന്താഗതിക്കാരനാണ്. യു ആർ നാരോ മൈൻഡഡ്. യു ഡോണ്ട് സ്പീക്ക് അബൌട്ട് ഫ്രീഡം. നീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നവനല്ല, നീ അടിമത്തത്തെ കുറിച്ച് പ്രസംഗിക്കുന്നവനാണെന്ന് നീ പറയും. ശ്രദ്ധിക്കണമേ സഹോദര സഹോദരി, ശ്രദ്ധിക്കണമേ. ഇന്ന് മനുഷ്യന് സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള പ്രസംഗമാണ് കേൾക്കേണ്ടത്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമല്ല വേണ്ടത്, പാപം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. ജഡത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല കേൾക്കേണ്ടത്, ജഡമോഹങ്ങൾക്ക് വേണ്ടി വിടുന്ന ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ച സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല പറയുന്നത്. എന്റെ ഇഷ്ടം ചെയ്യുവാൻ എനിക്ക് സ്വാതന്ത്ര്യം വേണം, ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. അതായിരുന്നു കേൾക്കാൻ താല്പര്യം. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. Our goal is not this narrow gate or narrow way. Our goal is the kingdom of God. But this is the steps to reach there. ഈ വഴികളിലൂടെ മാത്രമേ അവിടെ എത്താൻ പറ്റൂ. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിങ്ങൾ കേട്ടു. അതിലൂടെ അല്ലാതെ ആർക്കും അവിടെ എത്താൻ പറ്റത്തില്ല ജീവനിൽ. വേറൊരു ഷോർട്ട് കട്ട് ഇല്ല. ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേര് അവിടെ എത്തിയേനെന്നറിയാമോ? ഈ ക്രൂസ് അല്ലാതെ മറ്റൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേര് ഈ വഴിയിൽ വന്നേനെന്നറിയാമോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വേറൊരു വഴിയുമില്ല. പക്ഷെ ഇതിനൊരു സുഖമുണ്ട് കേട്ടോ, ഇതിനൊരു സന്തോഷമുണ്ട്. അടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഈ 30 സെന്റിമീറ്റർ വീതിയുള്ള വാതിലിലൂടെയും സന്തോഷത്തോടെ പോകുന്നവരുണ്ട്, ഈസിയായിട്ട് കയറി ഇറങ്ങി വരുന്നവരുണ്ട്. തടിയന്മാർക്ക് കയറാനൊക്കത്തില്ലെന്നേ ഉള്ളൂ. തടിയുള്ളവരെ കുറിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ആത്മീയ സെൻസിലാണ് പറയുന്നത്, ആത്മീയ സ്പിരിച്വൽ ലാംഗ്വേജിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനകത്തോട് ഈസിയായിട്ട് കയറി ഇറങ്ങി പോകുന്നവരുണ്ട്. അത് അടുത്ത ഭാഗത്ത് നമുക്കത് വായിക്കാൻ പറ്റും. ഞാൻ ഒരു വാക്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടെന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 തീമോത്തി 2-ാം വാക്യം, 1 തീമോത്തി 2:4. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹം അതാ, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. രക്ഷ പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും ഇടുക്കുവാതിലൂടെ കടക്കണം. സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്ന് പറഞ്ഞാൽ ഇടുക്കു വഴിയിലൂടെ നടക്കണം. സത്യത്തിൻ്റെ പരിജ്ഞാനം ഞാൻ മുമ്പേ പറഞ്ഞു, സത്യമെന്ന് പറയുന്നത് ഇടുക്കു വഴിയാണ്. നിങ്ങൾക്കറിയാമോ, സത്യം മാത്രം ഇങ്ങനെ ഞാൻ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു സിമിലി പറയാം നിങ്ങളോട്. Is it easy to be a friend of a person who speaks truth,
who thinks about only truth. He doesn't compromise with anything. He doesn't, he is only living for the truth. സത്യം മാത്രം ചിന്തിക്കുന്ന, സത്യം മാത്രം സംസാരിക്കുന്ന, സത്യം മാത്രം പ്രവർത്തിക്കുന്ന, ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ കൂട്ടുകാരനായിട്ട് നടക്കുക എന്ന് പറയുന്നത് ഈസിയാണോ ഇല്ലയോ? പറ. നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് ഓഫീസുകളിലുള്ളവരോട് പോയി ചോദിച്ചു നോക്കിയാൽ മതി. കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു ഓഫീസറിൻ്റെ കൂടെ, കള്ളം പറയാത്ത ഒരു ഓഫീസറിൻ്റെ കൂടെ, നീതിക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു ഓഫീസറിൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് ഈസിയാണോ എന്ന് അവരോട് ചോദിച്ചാൽ മതി. ചില പോലീസുകാർ പറയും, ഈ പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു, ചില സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്ത് ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ആ മനുഷ്യൻ സത്യത്തിന് വേണ്ടി നിൽക്കുന്നു. ശരിയല്ലേ ഞാനീ പറയുന്നത്? ഈ പറയുന്ന എക്സാമ്പിൾസ് കറക്റ്റല്ലേ? അങ്ങനെയാണെങ്കിൽ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇടുക്ക് വാതിലിൽ കടന്ന് ഇടുക്ക് വഴിയിലൂടെ നടക്കുക എന്നതിൻ്റെ അർത്ഥം. ഈ ലോകത്തിൽ കർത്താവ് കാണിച്ചു തന്ന മാർഗത്തിലൂടെ മാത്രം പോവുക. ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ അകപ്പെട്ടു പോകാതെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നിലനിന്ന് പോകുന്ന ഒരു വ്യക്തിയാണ് ദൈവവചനപ്രകാരം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ നടക്കുന്നവൻ. അപ്പൊ ഇവിടെ പറയുന്നു, തീമോത്തിയോട് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ തീമോത്തിയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും, എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും ഈ ഇടുക്കുവാതിലൂടെ കടക്കുവാനും, സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും, ഇടുക്ക് പാതയിലൂടെ നടക്കുവാനും ഇച്ഛിക്കുന്നു. എല്ലാ മനുഷ്യരും. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും വിശാലമായ വാതിലും വിശാലമായ വഴിയുമാണ് ആഗ്രഹമെങ്കിൽ ഒരിക്കലും കർത്താവ് പറയുന്ന ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ പറ്റത്തില്ല കേട്ടോ. ദാറ്റ് ഈസ് വൈ വി സഫർ സ്പിരിച്വലി. അതുകൊണ്ട് ആത്മീയമായിട്ട് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തത്, അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തൃപ്തിയില്ലാത്തത്, അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്തത്. കാരണം നമ്മൾ ഇതിൻ്റെ രണ്ടിനും കൂടെ ഇടയ്ക്ക് വെച്ച് പോവുക. യഥാർത്ഥമായി കർത്താവിൻ്റെ പ്രമാണങ്ങളിലാകുവാൻ നമുക്ക് കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടുവാൻ കഴിയുന്നില്ല. 100% ഗ്യാരണ്ടിയോടെ ഞാൻ നിങ്ങളോട് പറയുക, കർത്താവിൻ്റെ പ്രമാണങ്ങൾക്ക് കീഴിൽ നീ ഒന്ന് വന്നേ, പരിശുദ്ധാത്മാവിൻ്റെ കീഴിൽ നിന്ന് നീ ആയേ, നീ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഈ ലോകത്തിൽ ഒരു വ്യക്തിയും അനുഭവിക്കത്തില്ല. നീ അനുഭവിക്കുന്ന സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഈ ലോകത്തിൽ ഒരു വ്യക്തിയും അനുഭവിക്കത്തില്ല. കാരണം ഒരിക്കൽ അടിമതുകത്തിന്റെ കീഴിൽ കിടന്ന മനുഷ്യനാ ഞാൻ. എന്റെ അടിമ ചങ്ങല പൊട്ടിച്ച്, എന്റെ കാലുകളിലെ ബന്ധനങ്ങൾ അഴിച്ച്, ആത്മാവിന്റെ മേൽ പിശാച് കെട്ടിയ ചങ്ങലയെ പൊട്ടിച്ച് എന്നെ കർത്താവ് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു. ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാ ഞാൻ. ഈ ജീവിതം ലോകത്തിന് തരാൻ കഴിയുകയില്ല. ഈ ജീവിതം വിദ്യാഭ്യാസത്തിന് തരാൻ കഴിയുകയില്ല. എനിക്ക് നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തി തന്നെയാ ഞാൻ. ഈ ലോകത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ ഒരുപക്ഷെ കുറച്ചുകൂടെ അറിഞ്ഞ വ്യക്തിയാ ഞാൻ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ലോകത്തിലെ ധനത്തിനോ മാനത്തിനോ വിദ്യാഭ്യാസത്തിനോ സമൂഹത്തിനോ കുടുംബ മഹിമയ്ക്കോ ഒന്നും തരുവാൻ കഴിയാത്ത സ്വസ്ഥതയും സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവുമാണ് ഇന്ന് ഞാൻ കർത്താവിന്റെ കൃപയാൽ അനുഭവിക്കുന്നത്. ആ ഉറപ്പുള്ളത് കൊണ്ട് എത്ര ധൈര്യത്തോടെ ദൈവകൃപയാൽ സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നു. എന്തുകൊണ്ടാണ് നീ ഞരങ്ങുന്നത്? നീ പൂർണ്ണമായി കർത്താവിന്റെ സന്നിധി എത്തിയിട്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് സ്വസ്ഥതയില്ലാത്ത കുടുംബജീവിതത്തിൽ നീ ആയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ നിനക്ക് കഴിയാത്തത്? എന്തുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ മുഖം വീർപ്പിക്കുന്നത്? എന്തിനാ നീ വഴക്കുണ്ടാക്കുന്നത്, ഭിന്നത ഉണ്ടാക്കുന്നത്, പുറകെ മാറി നിൽക്കുന്നത്, ഒറ്റപ്പെട്ടു പോകുന്നത്? നീ കർത്താവിനെ കണ്ടില്ല. അതുകൊണ്ട് ഈ വഴികളിലൂടെ കടന്നുപോയ കർത്താവാ. പക്ഷേ നമ്മൾ കാണിക്കുന്ന പോലല്ല കർത്താവ് കാണിച്ചത്. നമ്മൾ കാണിക്കുന്ന പോലെയല്ല അപ്പോസ്തലന്മാർ കാണിച്ചത്. നമ്മൾ കാണിച്ചതുപോലെയല്ല ഒരു ദൈവദാസിയും കാണിച്ചിട്ടുള്ളത്. കാരണം അവരൊക്കെ യഥാർത്ഥമായി ആത്മാവിൻ്റെ കീഴ്പ്പെട്ടു, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടു. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. രണ്ടാമത്തേത് എന്താണെന്നറിയാമോ? മിയർ കൺഫെഷൻ ഈസ് നോട്ട് ഇനഫ് എന്ന് പറഞ്ഞാൽ ഏറ്റുപറച്ചിലും മാത്രം പോരാ, വാക്ക് മാത്രം പോരാ, പ്രവൃത്തിയും വേണമെന്ന്. നമ്മളൊരു വചനത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 7. ഇപ്പം നമ്മൾ വായിച്ചതിൻ്റെ കുറച്ച് താഴോട്ട് മാറി. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ജനറലി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വി ആർ ലിവിങ് ഇൻ ഡേയ്സ് ഓഫ് ഈസി ബിലീവിസം. ഈസി ആയിട്ട് ബിലീവേഴ്സ് ആക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. എന്തുവാ യേശുവിൻ്റെ രക്ഷിതാവാണ് നമ്മൾ ചോദിക്കുന്ന, രക്ഷിക്കപ്പെട്ടതാണെന്നു ആരുടെ അടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മോഡേൺ പാസ്റ്ററെന്നോ മിനിസ്റ്ററെന്നോ അല്ലെങ്കിൽ എൽഡറെന്നോ ഒക്കെ പറയുന്ന ഒരാളുടെ അടുത്ത് വന്ന് പറയുക, ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് എനിക്ക് ഭയങ്കര സംശയം കേട്ടോ പാസ്റ്റർ തിരിച്ചു ചോദിക്കും, സംശയം വല്ലതും ഉണ്ടോ? ഓക്കെ, ഞാൻ 1-2 കാര്യങ്ങൾ ചോദിക്കട്ടെ, ഉത്തരം പറയണേ. യേശുവിനെ രക്ഷിതാവായിട്ട് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞതാണോ? ആന്നല്ലോ.
അങ്ങനെ വിശ്വസിച്ചായിരുന്നോ യേശു രക്ഷിതാവാണെന്നല്ലോ? പിന്നെ എന്തിനാ സംശയം? നീ ബോൺ അഗൈനാ, നീ രക്ഷിക്കപ്പെട്ടതാ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? പക്ഷേ ഇവിടെ കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് ഏറ്റുപറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രയും സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നീ ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, നീ ജീവിക്കണം. ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടത്തിൽ നീ ജീവിക്കണം. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം എന്താണെന്നാണ് അവിടുത്തെ വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡാണ്. എന്തോന്നറിയാമോ? ന്യൂ ജനറേഷൻ ടീച്ചിങ്. എന്തെന്നറിയാമോ? ബാപ്റ്റിസത്തിൻ്റെ ആവശ്യമില്ല. ബാപ്റ്റിസത്തിൻ്റെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷേ എങ്കിലും ഒരു കാര്യം ഞാൻ മാത്രം പറയാൻ ആഗ്രഹിക്കുക. ബോൺ അഗൈൻ ആയിക്കഴിഞ്ഞാൽ ബാപ്റ്റിസത്തിൻ്റെ ആവശ്യമില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നയാളാണ്. അപ്പം ഞാൻ അങ്ങ് ബോൺ അഗൈൻ ആയെന്ന് വെച്ചോ, ഞാൻ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചോ, റാഡിക്കലായിട്ട് തന്നെ, ട്രൂ ആയിട്ട് തന്നെ, ജെനുവിനായിട്ട് തന്നെ ഞാൻ യേശു കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അപ്പോൾ എനിക്ക് സ്നാനത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ തന്നെ അങ്ങ് നിന്നാൽ പോരെ? ചോദിക്കേ. ഇന്ന് അനേകരുടെ പ്രശ്നം സ്നാനമാണ്. എന്തുകൊണ്ട്? സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് എടുത്ത് വെളിച്ചാടിക്കും, എടുത്ത് തൂത്തിയെടുത്ത് വെളിയിലെറിയും. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് നിൽക്കുകയും ചെയ്യാൻ, ഞാൻ ബോൺ അഗൈൻ രക്ഷപ്പെട്ടല്ലോ. മനസ്സിലായോ നിങ്ങൾക്ക് സഹോദരങ്ങളെ? ദൈവത്തിന്റെ വചനം പറയുന്നു, സമുദ്രത്തിലൂടെ ഇസ്രായേൽ ജനം കടന്നത്, ചെങ്കടലിലൂടെ ഇസ്രായേൽ ജനം കടന്നത് സ്നാനത്തിനൊരു മുൻകുറി. അപ്പോൾ ചെങ്കടലിലൂടെ കടക്കേണ്ട കാര്യമില്ലല്ലോ, അപ്പുറത്തന്നെ അങ്ങ് നിന്നാൽ മതിയല്ലോ. എല്ലാമായി രക്ഷിക്കപ്പെടുകയും ചെയ്തു. കർത്താവ് വരുമ്പോൾ എടുക്കുകയും ചെയ്തു. എനിക്ക് ക്രൂശെടുക്കേണ്ട കാര്യവുമില്ല, ഇപ്പുറത്ത് വരേണ്ട കാര്യവുമില്ല, കൂട്ടുകെട്ടിൻ്റെ കാര്യവുമില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമാണ് ദൈവത്തിൻ്റെ സഭ. അതിൻ്റെ ഭാഗമായി തീരുവാൻ തക്കവണ്ണമാണ് നിന്നെ ദൈവം വിളിച്ചത്. അത് നോഹയുടെ പെട്ടകത്തിലായാലും ശരി, ലോകത്തിലല്ല. നോഹയുടെ പെട്ടകം ലോകത്തിൽ നിന്നകത്ത് കടന്നവരാണ് പെട്ടകത്തിനകത്ത് ഉള്ളിൽ വന്നത്. പെട്ടകത്തിനകത്ത് ഉള്ളിൽ വന്നവരാണ് വെള്ളപ്പൊക്കത്തിൽ ദൈവത്തിന്റെ ക്രോധത്തിന്റെ മധ്യത്തിൽ രക്ഷിക്കപ്പെട്ടത്, രക്ഷപ്പെട്ടു പോയത്. മറന്നു പോകരുത്. ദൈവസഭയും അതാണ്. ലോകത്തിന്റെ മധ്യത്തിൽ കർത്താവ് ഒരു പെട്ടകം വെച്ചിരിക്കുക, ദൈവത്തിന്റെ സഭ. എന്നിട്ട് പ്രസംഗിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവ്, മാനസാന്തരപ്പെട്ട് ഇടുക്കുവാതിലൂടെ നീ അകത്ത് കടക്ക്. ഇപ്പം ചിലർ പറയുക, ഇതിനകത്ത് കടക്കേണ്ട കാര്യമില്ല, അവിടെ നിന്നാൽ മതി, ബോൺ അഗൈൻ ആയി അവിടെ തന്നെ അങ്ങ് നിന്നാൽ മതി എന്ന്. ഐ ടെൽ യു മൈ ബ്രദർ, മൈ സിസ്റ്റർ, യു ഗോട്ട് ടു ബി വെരി കെയർഫുൾ വാട്ട് യു ആർ ഫോളോയിങ് ദീസ് ഡേയ്സ്. യു മസ്റ്റ് നോ യുവർ ലൈഫ് ഈസ് ബിൽറ്റ് ഓൺ സൗണ്ട് ഡോക്ട്രിൻസ്. യഥാർത്ഥ ഉപദേശത്തിൽ പണിയപ്പെട്ടതായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതം. അതല്ലെങ്കിൽ നമ്മൾ ഷെയ്ക്കണായി പോകും കേട്ടോ. ഒരുപാട് വർഷങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം ജീവിതം തീരുന്നതിൻ്റെ തലേ ദിവസം ചിന്തിക്കുക എന്ന് വെച്ചു, അയ്യോ ഇങ്ങനെ അല്ലായിരുന്നു ശരി. അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. നമ്മളെക്കൊണ്ട് എന്തെല്ലാം കർത്താവിന് ചെയ്യാമായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ആ തിയോളജിയുടെയും ഡോക്ടറിൻ്റെയും ഒക്കെ പിന്നാലെ പോയിരുന്നെങ്കിലുണ്ടല്ലോ, എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എടുക്കേണ്ടി വന്ന ക്രൂശുകളൊന്നും എനിക്ക് എടുക്കേണ്ടി വരത്തില്ലായിരുന്നു കേട്ടോ. അറിയാമോ നിങ്ങൾക്ക്? ഞാൻ കടന്നുപോയ കഷ്ടതകളുടെ വഴികളിലൂടെ ഒന്നും ഞാൻ കടന്നു പോകേണ്ടി വരുമായിരുന്നില്ല. ഞാൻ അനുഭവിച്ച നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും മുമ്പിൽ എനിക്ക് നിൽക്കേണ്ടി വരുമായിരുന്നില്ല. എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടിയാനേ, എല്ലാവരുടെയും കയ്യടി കിട്ടിയാനേമായിരുന്നു, എല്ലാവരുടെയും മുമ്പിൽ വലിയ വലിയ ആളായി തീർന്നേമായിരുന്നു. പക്ഷെ ഒരു കാര്യം, ഞാൻ ദൈവരാജ്യത്തിലെത്തുമായിരുന്നില്ല. ഇന്ന് സംസാരിക്കുന്ന, ഇന്ന് പ്രസംഗിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ ഭാഷ എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഇന്നുള്ള ഈ പ്രത്യാശ എന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. കർത്താവ് കടന്നുപോയ ക്രൂശിന്റെ പാതയിൽ, അപ്പോസ്തലന്മാർ കടന്നുപോയ ക്രൂശിന്റെ പാതയിൽ എനിക്ക് എത്തുവാൻ കഴിയുമായിരുന്നില്ല. മറന്നു പോകരുത് സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം പൂർണ്ണമായി നമ്മൾ സ്വീകരിക്കണം. ഫുൾ ഗോസ്പെൽസ് ചർച്ചുകൾ എന്ന് പ്രസംഗിക്കുന്ന പലരും ഇന്ന് ഹാഫ് ഗോസ്പെലാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്കറിയാമോ അത്? എല്ലാവരും പുറത്ത് എഴുതിയിരിക്കും പൂർണ്ണ സുവിശേഷ സഭ, പക്ഷെ പ്രസംഗിക്കുന്നതോ അർദ്ധ സുവിശേഷം, പകുതി സുവിശേഷം. പകുതി സുവിശേഷമല്ല. 4 പേരെ ഉള്ളെന്ന് പറഞ്ഞാലും, സഭയ്ക്കുള്ളിൽ ഉള്ളെന്ന് പറഞ്ഞാലും, ആ 4 പേരും സ്വർഗത്തിലെത്തണം. അതുപോലെയുള്ള സുവിശേഷമായിരിക്കണം ദൈവത്തിന്റെ സഭയിൽ പ്രസംഗിക്കേണ്ടത്. ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി എഴുതിയ ലേഖനങ്ങൾ പഠിക്കണം നമ്മൾ. വിശുദ്ധീകരണം പ്രാപിക്കണം. കുറച്ച് നാൾ മാത്രമേ ഈ ഭൂമിയിൽ നമ്മളുള്ളൂ. വളരെ ചുരുക്ക കാലഘട്ടം. നാളെ ഈ സമയത്ത് ഈ ഭൂമിയിൽ നമ്മളുണ്ടോ ഇല്ലയോ അറിയില്ല. ഈ സമയം കർത്താവ് വരുമോ ഇല്ലയോ അറിയില്ല. ഇപ്പൊ കേൾക്കുന്നില്ലേ ഇസ്രായേലിൽ നടക്കുന്നത്? ഈ 2025 3ാമത്തെ ആലയം പണിയാൻ തുടങ്ങുകയാണെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്ന സന്നിധി സംഘം. നിങ്ങൾക്കറിയാമോ അതിന്? 3ാമത്തെ ആലയം പണി തുടങ്ങുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ വചനവുമായിട്ടുള്ള ആലോചനകളെയും പ്രവചനങ്ങളെയും നോക്കുമ്പോൾ, സഖറിയ പ്രവാചകന്റെ പുസ്തകം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ആലയം പണി ആരംഭിച്ചു കഴിയുമ്പോൾ കർത്താവ് വരും.
കർത്താവ് വന്ന് തൻ്റെ സഭയെ കൊണ്ടുപോകും. ആദ്യത്തെ 3.5 വർഷം കർത്താവിൻ്റെ സഭ എടുക്കപ്പെടുന്ന സമയം മഹോപദ്രവ കാലഘട്ടം ആരംഭിക്കും. വെളിപാട് പുസ്തകം പഠിക്കുന്നവർക്ക് അതറിയാം. കഴിഞ്ഞ നാളുകളിൽ അത് കേട്ടിട്ടുള്ളവർക്കറിയാം. 3.5 വർഷം കഴിയുമ്പോൾ അന്തിക്രിസ്തു ഈ പണിയുന്ന 3ാമത്തെ ആലയത്തിൻ്റെ അകത്തിരിപ്പുറപ്പിക്കും. ഒത്തിരി വിഷയങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ പോയി യൂട്യൂബിൽ പോയി വെളിപാട് പുസ്തകം പഠിക്കുക. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ 2025 ആലയത്തിൻ്റെ പണി ആരംഭിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ കർത്താവ് ഏത് നിമിഷവും ഈ ഭൂമിയിലേക്കല്ല മധ്യാകാശത്ത് സഭയെടുക്കുവാൻ വരും. ഏത് നിമിഷവും. ആർ യു റെഡി മൈ ബ്രദർ, മൈ സിസ്റ്റർ? ദിസ് ഈസ് നോട്ട് എ ജോക്ക്. ദിസ് ഈസ് സീരിയസ്. ഇഫ് ഇറ്റ് വാസ് എ ജോക്ക് ഐ വുഡന്റ് ഹാവ് വേസ്റ്റഡ് മൈ ടൈം ഫോർ ദിസ്. ഇതൊരു തമാശയായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം മുഴുവനും ഇതിനു വേണ്ടി ഞാൻ ഹോമിക്കുമായിരുന്നില്ല. ഈ ലോകത്തിൽ എനിക്ക് വിലയേറിയതിനെ പലതിനെയും ഞാൻ കളയുമായിരുന്നില്ല. ഇത് തമാശയായിരുന്നെങ്കിൽ. അല്ല, ദിസ് ഈസ് സീരിയസ്. ദിസ് ഈസ് സീരിയസ്. കർത്താവിൻ്റെ വചനം പറയുന്നു, ആകാശം മുഴുവനും മാറിപ്പോയാലും, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനത്തിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ മാറത്തില്ല. 119 സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. മറന്നു പോകരുത്. ഞാൻ മുന്നോട്ട് പോവുകയാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. അപ്പം മിയർ കൺഫെഷൻ, എന്നെ കർത്താവേ കർത്താവേ എന്ന് ഏറ്റുപറയുന്നതല്ല വിഷയം. ഓ, ഞാൻ ഏറ്റുപറഞ്ഞതാ. അത് മാത്രമല്ല, എല്ലാ സൺഡേയിലും ഞാൻ ഏറ്റു പറയുന്നുണ്ട്. പാട്ടുകളിലൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഏറ്റുപറയുന്നതല്ല, നിന്റെ ജീവിതമാണ്. നിന്റെ ജീവിതമാണ്. ഏറ്റുപറയുന്നതിന് കുരിശെടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ജീവിതത്തിൽ നീ കുരിശെടുക്കേണ്ടി വരും. അഭിനയിക്കുന്നതിന് കുരിശിൻ്റെ ആവശ്യമുണ്ടോ? യേശുവായിട്ട് ഒരാൾക്ക് അഭിനയിക്കാം, പക്ഷെ പിറ്റേ ദിവസം പബ്ബിനകത്ത് പോയി വെള്ളമടിക്കാം. സ്ക്രീനിൽ യേശുവാണ്, പക്ഷെ ജീവിതത്തിൽ ആരാ? He could be a drunkard, he could be a womanizer, he could be anything. But on the screen he is Jesus. He has acted the role of Jesus or John the Baptist or somebody in the movie. സിനിമയ്ക്കകത്തവൻ യോഹന്നാൻ സ്നാപകനായിട്ട് അഭിനയിച്ചു, ഏലിയാവായിട്ട് അഭിനയിച്ചു, മോശയായിട്ട് അഭിനയിച്ചു, യേശുവായിട്ട് അഭിനയിച്ചു. പക്ഷെ അവൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ ആരാ അവൻ? 4 പ്രാവശ്യം വിവാഹമോചനവും നടത്തി, മദ്യപിച്ച് മയക്കുമരുന്നിന് കീഴ്പ്പെട്ട് നടക്കുന്ന ഒരു ആക്ടറായിരിക്കാം ചിലപ്പോൾ അയാൾ. ഒരു അഭിനയിക്കുന്ന സ്റ്റാർ ആയിരിക്കും അയാൾ. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആകാം. അനേക വിശ്വാസികളുടെ ജീവിതം അങ്ങനെയാണ് കേട്ടോ. സൺഡേയിൽ ഭംഗിയായിട്ട് ഞായറാഴ്ച അഭിനയിക്കും. എവിടെ? സഭയ്ക്കകത്ത്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ യഥാർത്ഥ ജീവിതത്തിലോ എന്താ? വീട്ടിൽ പ്രശ്നം, നാട്ടിൽ പ്രശ്നം, ജോലി സ്ഥലത്ത് പ്രശ്നം, സഭയ്ക്കകത്തും എല്ലായിടത്തും പ്രശ്നം. പക്ഷേ മൂടുപടം വിശ്വാസിയുടേത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കൺഫെഷൻ ഈസ് നോട്ട് ഇനഫ്. ഏറ്റുപറച്ചിൽ മാത്രമല്ല, ഇതിനൊപ്പം നിന്റെ ജീവിതം ആവശ്യമായിരിക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കൂ. അങ്ങനെയല്ലേ ആ വാക്യം എഴുതിയിരിക്കുന്നത്? വീണ്ടും ഒന്ന് വായിച്ചേ. 21 വാക്യത്തിൽ 7:21 മാത്യു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനെ അവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അടുത്തൊരു വാക്യം കൂടെ ഒന്ന് വായിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ തന്നെയും. 22 വാക്യം, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് അന്ന് പലരും എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്ത് പറയും. കണ്ടോ? ഏറ്റു പറഞ്ഞവനാ. അത് മാത്രമല്ല, കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തവർ, വീര്യപ്രവർത്തികൾ ചെയ്തവർ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ക്രൂസേഡ് നടത്തിയ വലിയ വലിയ ദൈവദാസന്മാരെന്ന് പറഞ്ഞവര് അന്ന് കർത്താവിൻ്റെ അടുത്ത് എന്ന് പറയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തു. കർത്താവ് പറയുന്നു, അധർമ്മം പ്രവർത്തിച്ചവരെ എന്നെ വിട്ടുപോകുവിൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. മനസ്സിലായോ സഹോദര സഹോദരി? അധർമ്മം പ്രവർത്തിച്ചവരെ എന്നുള്ളതിന് ലോലെസ്നെസ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യു ലിവ് ആസ് ഇഫ് യു ഹാവ് നോ ലോ. നിയമമില്ലാത്തവനെ പോലെ ജീവിച്ചവൻ. ഇന്ന് അനേക വിശ്വാസികൾ പ്രമാണമില്ലാത്തവരെ പോലെ ജീവിക്കുന്നത്. അവരുടെ ജീവിതം കണ്ടാൽ ഇവരുടെ മുകളിൽ ഒരു പ്രമാണവുമില്ല. കെട്ടഴിഞ്ഞ് നടക്കുകയാ. കെട്ടഴിഞ്ഞ് നടക്കുന്ന ഒരു പശുവിനെ പോലെ ഇഷ്ടമുള്ളത് പോയി തിന്നുക, ഇഷ്ടമുള്ളവരുടെ പറമ്പിൽ കയറുക, ഇഷ്ടമുള്ളത് കിടക്കുക, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക. പക്ഷെ കെട്ടിയിട്ടിരിക്കുന്നത് അങ്ങനല്ല. അതിനൊരു ഉടയവനുണ്ട്. ഇടുന്നിടത്ത് മാത്രമേ അത് കിടക്കൂ. ഉടയവൻ കൊടുക്കുന്നത് മാത്രമേ അത് തിന്നു. ഉടയവൻ അതിനെ കൊണ്ട് പ്രയോജനമുണ്ട്. അതാണ് കെട്ടിയിട്ടിരിക്കുന്ന ഒരു പശു. ഇന്ന് അനേക വിശ്വാസികളുടെ ജീവിതം കണ്ടാൽ പ്രമാണമില്ലാത്തവരായി ജീവിക്കുന്നതിനെ കുറിച്ചാണ് 22 വാക്യത്തിൽ പറയുന്നത്. നീ എത്ര പ്രവചിച്ചാലും, നീ ഭൂതങ്ങളെ പുറത്താക്കിയാലും, വീര്യപ്രവൃത്തി ചെയ്താലും
നീ എത്തുന്നത് കർത്താവിൻ്റെ അടുക്കലാവത്തില്ല. ഈ വചനം അതിന് സാക്ഷിക്കുന്നു. കർത്താവ് പറയും, നിന്നെ ഞാൻ അറിയുന്നില്ല. എത്ര ഭയാനകമായ വചനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ എവിടെ പ്രസംഗിക്കുന്നു? ഇതൊക്കെ ആര് കേൾക്കുന്നു? ഇതൊക്കെ ആർക്ക് കേൾക്കുവാൻ താല്പര്യമുണ്ട് സഹോദരങ്ങളെ? ഈ നാളുകളിൽ സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ, if you want to abide in the kingdom of God, if you want to live with the Lord in the eternity, these are the principles to follow. ഈ വ്യവസ്ഥകൾ നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. ഐ എം കട്ടിങ് ഷോർട്ട്. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 3, unless you become a child, you cannot enter the kingdom of God. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ദൈവവചനത്തിൽ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 18, അത് പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്, ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ വായിച്ച് പഠിച്ച് പോയിട്ടുള്ളതാണ്. ആരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്, ശ്രദ്ധിക്കണമേ. 18-ന്റെ 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്ക വന്നു. സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആര് എന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നെന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെ താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനാകുന്നു. ഈ ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ശ്രദ്ധിക്കണമേ, ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആരാ? അവർ ചോദിച്ചതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, ഞങ്ങളിൽ ആരായിരിക്കും സ്വർഗരാജ്യത്തിൽ വലിയവൻ? കാരണം വി ആർ ലീഡേഴ്സ്. യേശുവിനോടൊന്ന് പറയാം, ഉള്ളിലെ ചിന്തയായത് വി ആർ ലീഡേഴ്സ്. കാരണം പെന്തിക്കോസ്ത് നാളായില്ലല്ലോ, ഇവന്മാർ തമ്മിൽ അടിച്ചത്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. ഒരാളെ കണ്ടുകൂടാ. നമുക്ക് അവരുടെ ലൈഫ് സ്റ്റോറി മനസ്സിലാക്കാം സുവിശേഷത്തിൽ. പെന്തിക്കോസ്ത് നാൾ വന്നപ്പം ആളുകളെല്ലാം മാറി കേട്ടോ. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യരായിരുന്നു. ഇവർ ഒരു ദിവസം കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയുക, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാ? ഞങ്ങളിൽ ആരാന്നുള്ളതാ. കർത്താവ് പറഞ്ഞു, കർത്താവിന് വേണേൽ പറയാമായിരുന്നു. ശ്രദ്ധിക്കണമേ, ഇത് കർത്താവിന് പറയാമായിരുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാതെ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലെത്താൻ. പക്ഷെ പറയുന്നതിന് പകരം കർത്താവ് ഒരു കാര്യം ചെയ്തു, ഒരു കുഞ്ഞിനെ അടുക്ക വിളിച്ചു. മോനെ നീങ്ങി വന്നേ, മോനെ നീങ്ങി വന്നേ. ഒരു കുഞ്ഞിനെ അടുക്ക വിളിച്ച് നിർത്തിയിട്ട് അവനെ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. ഇതിനൊരു അർത്ഥമുണ്ട്. എന്തുവെന്നറിയാമോ? കർത്താവ് കാണിക്കുക ഈ കുഞ്ഞ് എങ്ങനെ ബിഹേവ് ചെയ്തായിരുന്നു, ഈ കുഞ്ഞ് എങ്ങനെ പ്രതികരിച്ചതെന്ന് കാണിക്കുക. കർത്താവ് പറഞ്ഞു, മോനെ ഇങ്ങി വന്നേന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞ് പറഞ്ഞില്ല, ഞാൻ വരത്തില്ല, ഞാൻ വരത്തില്ല. എന്തിനാ എന്നെ വിളിക്കുന്നേ? ഞാൻ വരത്തില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. കുഞ്ഞൊന്നും പറഞ്ഞില്ല. ഇങ്ങി വാ മോനെ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞ് വന്നു. കർത്താവ് പറഞ്ഞു എന്താണെന്നറിയാമോ? അങ്ങനെ കർത്താവിൻ്റെ വാക്കിന് താഴാൻ നിനക്ക് കഴിയണം. ഒരു കുഞ്ഞിനെ പോലെ തിരിച്ച് ചോദിക്കാതെ ദൈവത്തെ അനുസരിക്കുന്നവനായിട്ട് നിനക്ക് കഴിയണം. ദൈവത്തിന് കീഴ്പ്പെടുന്നവനായിട്ട് നിനക്ക് കഴിയണം. ഹല്ലേലൂയ. എ ചൈൽഡ് ഡിഡ് what he was told. ആ കുഞ്ഞിനോട് എന്ത് പറഞ്ഞോ അത് ആ കുഞ്ഞ് അനുസരിച്ചു. ഇവിടെ പിടിച്ച് നിർത്തി കഴിഞ്ഞപ്പം എനിക്ക് നാണം വരുന്നു, എനിക്ക് പോകണം, ഇല്ല. കർത്താവ് എന്തുദ്ദേശത്തിന് വേണ്ടി അവനെ വിളിച്ചോ? കർത്താവ് പറയുന്നത് വരെ കർത്താവ് നിർത്തിയെടുത്ത് അവൻ നിന്നു. മനസ്സിലാക്കണമേ, നമ്മൾ കുഞ്ഞായി തിരിഞ്ഞ് ശിശുവായി തീരണമെന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും അതിൻ്റെ അതിൻ്റെ ആ ഡെൻസിറ്റി ഓഫ് ട്രൂത്ത്, ആ സത്യത്തിൻ്റെ സാന്ദ്രത നമുക്ക് മനസ്സിലാവത്തില്ല. സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞ് തിരിച്ച് ചോദ്യം ചെയ്യത്തില്ല. ആ കുഞ്ഞിന് താഴ്മയുണ്ട്. ആ കുഞ്ഞിനെ കുറിച്ച് പുകഴ്ത്തുവാനൊന്നുമില്ല. നമുക്കൊക്കെ നമ്മളെക്കുറിച്ച് വലിയ വലിയ അഭിപ്രായങ്ങളാണ് കേട്ടോ. നമുക്കൊക്കെ വി ഹാവ് ഗ്രേറ്റ് തോട്ട്സ് അബൌട്ട് അവർ ലൈഫ്, ഹൈലി എസ്റ്റീംഡ് ആണ് നമ്മളൊക്കെ. നമ്മളെക്കുറിച്ചൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ പറയാൻ മടിയാന്നേ ഉള്ളൂ മറ്റുള്ളവരോട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ഈഗോ ഹേർട്ടായി പോയെന്നൊക്കെ. എന്നാലും അവരങ്ങനെ എന്നോട് പറയാമായിരുന്നു. എനിക്കെന്ത്, പണ്ടൊക്കെ ഞാനങ്ങനെ പറയാറുള്ളത്. അവരൊക്കെ അങ്ങനെ എന്നോട് പറയാമായിരുന്നു, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് മുഖം കാണിക്കാമായിരുന്നു, അങ്ങനെയൊക്കെ എന്നെ ട്രീറ്റ് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് നമ്മളെക്കുറിച്ച് വലിയ ഈഗോയാണ്, നമുക്ക് നമ്മളെക്കുറിച്ച് വലിയ ഉന്നതമായ ചിന്തയാണ് നമ്മളെക്കുറിച്ച്. പക്ഷെ ആ കുഞ്ഞിനെ നോക്കി അതിന് ഒരു ചിന്തയുമില്ല. ആ കുഞ്ഞിന് വലിയ ചിന്തയൊന്നുമില്ല. ചെവിക്ക് ഒരു ഞുള്ളു കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്ന് കരയും, തിരിച്ച് ഞുള്ളത്തില്ല. ഒരു കുഞ്ഞിനെ നോക്കിയേ, ഒരു കുഞ്ഞിനോട് എങ്ങനെ വേണേലും അപ്പനും അമ്മയ്ക്കും ബിഹേവ് ചെയ്യാൻ പറ്റും അല്ലേ? ഭക്ഷണം കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ കിടക്കും. അവിടെ ഒരു കംപ്ലൈൻറ്റും ഇല്ല അല്ലേ? അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. നമ്മൾ എപ്പോൾ പറയുന്നു അപ്പോഴേ അവൻ എടീക്കത്തുള്ളൂ അവിടുന്ന്. ഒരു കുഞ്ഞതാ.
കർത്താവ് പറയുന്നത് നീ തിരിഞ്ഞ് ഈ കുഞ്ഞിനെ പോലാകണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. കർത്താവ് നിന്നോട് എന്ത് പറയുന്നോ ചോദ്യം ചെയ്യാതെ നീ അനുസരിക്കണം. നിനക്ക് നിന്നെക്കുറിച്ച് ഹൈ തോട്ട്സ് ഒന്നും ഉണ്ടാവരുത്. നീ ഒരു കുഞ്ഞിനെ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇടുക്കുവാതിലൂടെ കിടക്കുന്ന ഈസിയാന്ന് പറഞ്ഞത്, ഇങ്ങനെയുള്ളൊരു കൊച്ചു കുഞ്ഞിനെ കയറ്റി വെച്ച് ഒരു 12 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ കയറ്റി വിട്. 90 വയസ്സുള്ളവൻ ആ വാതിലിനകത്തൂടെ കയറാൻ കിടന്ന് പാടുവിടും. അവന് വയറും കണ്ടിച്ച് കളയണം, ചെവിയും കയ്യും ഒക്കെ കണ്ടിച്ച് കളയേണ്ടി വരും. പക്ഷേ 12 കിലോ ഉള്ള ഒരു കുഞ്ഞാ കയറുന്നെങ്കിലോ ഈസിയായിട്ട് അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെയും ചാടും. എന്ന് പറഞ്ഞാൽ യു ബിക്കം നത്തിങ്. ഞാൻ ആരുമല്ലെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, വെൻ ഐ ബിലീവ് ദാറ്റ് ഐ എം എ നോബഡി, ഈ ലോകത്തിൽ കുറച്ച് നാൾ ജീവിക്കാൻ തക്കവണ്ണം ജന്മമെടുത്ത ഒരു മനുഷ്യൻ, ഈ ഭൂമിയിൽ എനിക്ക് എന്തോ നേടാനാ? ഈ ഭൂമിയിൽ ഞാൻ എന്ത് നേടിയാൽ എന്താ? ഒരു ദിവസം അതെല്ലാം കളഞ്ഞിട്ട് പോകണ്ടേ ഞാൻ? ഈ ഭൂമിയുമായിട്ട് എനിക്കുള്ള ബന്ധം എന്താ? എനിക്കൊരു നിത്യതയുണ്ട്, അവിടത്തേക്കുള്ള വാസമാണ് ഞാൻ നോക്കേണ്ടത്. നിത്യമായ വാസം, എൻ്റെ ദൈവത്തോടു കൂടെയുള്ള വാസം. ഇന്ന് പകൽക്കാലം കേട്ടതുപോലെ കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത ദൈവത്തോടു കൂടെയുള്ള വാസം. ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടായാലും സ്വസ്ഥതയില്ല. എല്ലാം ഉണ്ടാക്കി വെച്ചാലും ആരുടെ മണ്ണിനകത്ത് താഴോട്ട് പോകേണ്ടി വരും, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കോവിഡിൻ്റെ കാലത്ത് എത്ര വലിയ ധനവാനാന്ന് പറഞ്ഞാലും, എത്ര വലിയ രാജാവാന്ന് പറഞ്ഞാലും, ഡെഡ് ബോഡി പോലും ഒരുത്തനെയും കാണിച്ചില്ല. മഞ്ഞ കവറിനകത്ത് സീൽ ചെയ്ത് കൊണ്ടുവന്ന് എവിടെയോ തട്ടി. അതാ മനുഷ്യൻ. ചിന്തിച്ചു നോക്കണമേ, മറന്നു പോകരുത്. ദാറ്റ് ഈസ് ദ മാൻ, ദാറ്റ് ഈസ് ദ ഫേറ്റ് ഓഫ് എ മാൻ. ഞാനത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഐ ബിക്കം എ നോബഡി. എനിക്ക് ആരുടെയും അപ്രൂവൽ വേണ്ട, എനിക്ക് ആരുടെയും ബഹുമാനം വേണ്ട, എനിക്ക് ആരുടെയും അംഗീകാരം വേണ്ട. എനിക്ക് വേണ്ട അംഗീകാരം ദൈവത്തിൽ നിന്ന് മാത്രം. ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ എൻ്റെ ചുറ്റുപാടുമുള്ള ജനത്തെ, എന്നെ ആക്കി വെച്ചിരിക്കുന്നിടത്തുള്ള ജനത്തെ ഞാൻ ആരെയൊക്കെ എവിടെയൊക്കെ കാണുന്നു അവരോടെ സ്നേഹത്തോടെ എൻ്റെ കർത്താവ് ഇടപെട്ടതുപോലെ ഞാൻ ജീവിച്ചു പോകുന്നു. ഒരു പരിഭവമില്ല, ഒരു കംപ്ലൈൻറ്റുമില്ല, ഒരു ഡിമാൻഡുമില്ല. നോബഡി. അങ്ങനെയുള്ളവർക്ക് ഏത് വാതിലൂടെയും അകത്ത് കടക്കാൻ പറ്റും ഈസിയായിട്ട്. ദേ ഹാവ് നോ ഹെഡ് വെയ്റ്റ്. അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ സറണ്ടറിങ്, ടോട്ടൽ ഒബീഡിയൻ്റ് ആണ്, അല്ലേ? സൈലൻ്റ് ആണ്, മീക്കാണ്, താഴ്മയുണ്ട്, ശാന്തന, സമർപ്പണമുണ്ട്, അനുസരണയുണ്ട്. ഇതൊക്കെ ആ കുഞ്ഞിനെ കർത്താവ് പിടിച്ച് മുന്നേ വന്ന് കൊണ്ട് നിർത്തി കാണിച്ചിരിക്കുക. കർത്താവ് ചെയ്യുന്നതൊക്കെ മനുഷ്യനെ പ്രസാദിപ്പിക്കാനൊന്നുമല്ല. എവ്രിതിങ് ഗോഡ് ഹാസ് ഡൺ ഹാസ് എ റീസൺ. ഹല്ലേലൂയ. നമ്മുടെ ഒപ്പീനിയൻസ് നമുക്ക് മാറ്റണം. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഈ കുഞ്ഞവിടെ നിൽക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഇങ്ങനെ ഭാവനയൊക്കെ ഇത് വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ഭാവനയെ കാണുക. ഈ കുഞ്ഞിനോട് കർത്താവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ തിരിഞ്ഞ് കുഞ്ഞിനെ പോലെ, ഈ ശിശുവിനെ പോലെ ആയില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തെ കടക്കത്തില്ല. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞവിടെ നിൽക്കുക, കർത്താവിനെ നോക്കിക്കൊണ്ട്. എന്താ, എനിക്ക് പോകാമോ എന്നുള്ളതിന്. ഹി വാസ് വില്ലിങ് ടു ടേക്ക് ഓർഡേഴ്സ് ഫ്രം ദ ലോർഡ്. എ ചൈൽഡ് ഈസ് വില്ലിങ് ടു ടേക്ക് ഓർഡേഴ്സ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ. ഞാൻ ഈ ടീനേജേഴ്സിൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കി ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അടുത്ത കാര്യത്തിന് വേണ്ടി അവിടെ നിൽക്കുകയാവും. അടുത്ത ഓർഡർ എന്താ പറയുന്നതെന്ന്. കുഞ്ഞിൻ്റെ പ്രത്യേകത അതെയാണ്. ഹി ഈസ് വില്ലിങ് ടു ടേക്ക് ഓർഡേഴ്സ് ഫ്രം ദ മാസ്റ്റർ. നമ്മുടെ ദൈവത്തിൽ നിന്ന് ഓർഡേഴ്സ് എടുക്കാൻ തയ്യാറായിരിക്കും. കർത്താവേ, അടുത്ത് ഞാൻ എന്താ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഈ ലോകം എനിക്ക് വിട്ടുപോകുന്നതിന് മുമ്പ്, എൻ്റെ ജീവിതം തീരുന്നതിന് മുമ്പ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഇനി എന്താ ചെയ്യേണ്ടത്? സഹോദര സഹോദരി, ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ് ഞാനത് പറഞ്ഞു നിർത്തുന്നു. നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു തീർന്ന ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവേ. We are unprofitable servants. After having done everything which we are told to you, say this thing: we are unprofitable servants. We have done our duty. That's it. No demand. കർത്താവിന് വേണ്ടി അങ്ങനെയുള്ളവരെയാണ്. നമ്മൾ 3 കാര്യങ്ങളായി ഇന്ന് കേട്ടത്. ബാക്കി 4 കാര്യങ്ങൾ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. നമ്മൾ കേട്ടത് ട്രൂവിലി ബോൺ അഗെയിൻ, വീണ്ടും ജനനം പ്രാപിക്കുക. 2 നമ്മൾ കേട്ടു, കൺഫെഷൻ ഈസ് നോട്ട് ഇനഫ്, വി നീഡ് ടു പുട്ട് അവർ ലൈഫ് ഇൻ ടു ആക്ഷൻ. നമ്മുടെ ജീവിതത്തിൽ വാക്കുകൾ ഏറ്റുപറച്ചിലല്ല, പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യം. 3 നമ്മൾ കേട്ടു, ടേൺ ടു ബി എ ലിറ്റിൽ ചൈൽഡ്, ഒരു ശിശുവിനെ പോലെ ചെറുതായി തീരുക നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുക.